ബോയ്സ് സൈഡിന് ചിരി പോരട്ടോ. ഭയങ്കര സൈലന്റ് ഇന്നല്ലേ. എടാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേരെയും ചിരിപ്പിക്കാം കേട്ടോ. ബോയ്സ് ആണോ ഏറ്റവും അടിപൊളിയായിട്ട് ചിരിക്കുന്നത്, ഗേൾസ് ആണോ ഏറ്റവും അടിപൊളിയായിട്ട് ചിരിക്കട്ടെ നോക്കട്ടെ കേട്ടോ. ആദ്യം ഗേൾസ് കേട്ടോ. റെഡി, 1 2 3 സ്മൈൽ. ഓഹ് പുഞ്ചിരിയൊക്കെ വന്നല്ലേ, പുഞ്ചിരിയൊക്കെ വന്നല്ല. അതിൽ ഒരാളെ തലക്കൊക്കെ കൈ കൊടുത്തിരിപ്പുണ്ടല്ലോ സാറേ താഴെ. അതിഥി എന്താണ് അതിഥി, ഒന്ന് ചിരിക്കാൻ പറഞ്ഞിട്ട്. ആ എന്താ ഇത്ര നല്ല മനോഹരമായ പല്ലുകൾ ഉണ്ടായിട്ടാണോ താങ്കൾ ചിരിക്കാത്തെ? ഞാൻ കരുതി ഇനി ആ പല്ലൊക്കെ പുഴുവൊക്കെ ആയി അതായിരിക്കും ചിരിക്കാത്തേന്ന്. ആ ഓക്കെ, അന്ന് ഈ ബോയ്സ് പവർ നോക്കാട്ടോ. ബോയ്സ് എങ്ങനെയുണ്ട്, സുന്ദരന്മാരായിട്ട് ചിരിക്കുമെന്ന് നോക്കട്ടെ. ഓക്കെ റെഡി, 1 2 3 സ്മൈൽ. ഓ എടാ എന്നെ പേടിപ്പിക്കോ? പല്ലൊക്കെ കാണിച്ച്. ആ ഓക്കെ കണ്ട. അപ്പൊ ഇന്ന് ഇവരാണ് സ്കോർ ചെയ്തത്. ഇവന്മാരെല്ലാവരും നല്ല ഒരേപോലെ നല്ല ഭംഗിയായിട്ട് ചിരിച്ചു കേട്ടോ. ഓക്കെ യെസ്, ശരി ശരി ശരി. ഓക്കെ അപ്പൊ നോക്കിയേ മക്കളെ, അപ്പൊ കഴിഞ്ഞു, സ്മൈലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഗുഡ് ഈവനിങ് ഗായത്രി, ഗുഡ് ഈവനിങ്. ഓക്കെ എടാ അപ്പോ സ്മൈലൊക്കെ കഴിഞ്ഞു. നമ്മളപ്പോ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം, ഇന്ന് എക്സാം ഇല്ല. ഓക്കെ ആണേ, സന്തോഷമായോ? പിന്നെ എക്സാം ഇല്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഒരാൾ പോലും സാറിനോട് സാറേ ഇന്ന് എക്സാം ഉണ്ടോ എന്ന് ചോദിക്കരുത്. ഓക്കെ യെസ്. എടാ പിന്നെ നമ്മൾ പുതിയൊരു ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഏതാ ചാപ്റ്റർ എന്നറിയോ? എനി ഗസ്? വേണമെങ്കിൽ നിങ്ങൾക്ക് വേവ് ചെയ്യാം കേട്ടോ ഹാൻഡ്സ്. ഏത് ചാപ്റ്റർ ആണെന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരാൾക്ക് നമ്മുടെ സാർ പ്രൊവൈഡ് ചെയ്യുന്ന ചിക്കൻ ബിരിയാണിയോ കുഴിമന്തിയോ ഉള്ളതായിരിക്കും. ഓക്കെ യെസ്, വിളിക്കാം ഒരാളെ വിളിക്കാം കേട്ടോ. ശ്രേയാണോ? ഓക്കെ എടാ അൺമ്യൂട്ട് ചെയ്തോ. ശ്രീയാണോ ശ്രേയാണോ അതാദ്യം പറഞ്ഞേ? ശ്രീയ. ഓക്കെ അപ്പൊ ഗുഡ് ഈവനിങ് ശ്രീകുട്ടി. പറഞ്ഞോ ഏതായിരിക്കും ഇനി പഠിപ്പിക്കാൻ പോകുന്ന ചാപ്റ്റർ? ചാപ്റ്റർ 10 ബഡ്ജറ്റ് ആണ് മിസ്സിനെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ഈ ചാപ്റ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിന്റെ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ വേറെ ഇല്ല കേട്ടാ. അപ്പൊ ചോദിക്കരുത് മിസ് എല്ലാ ചാപ്റ്റർ എടുക്കാൻ വരുമ്പോൾ ഇത് തന്നെയല്ലേ പറയുന്നതെന്ന്. അങ്ങനെയല്ല, ഇത് ശരിക്കും നിജമ എന്നാണ്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ വേറെ ഇല്ല. ഓക്കെ എടാ അപ്പൊ ആദ്യം ഞാൻ നിങ്ങളെ 2 വേർഡ്സ് പഠിപ്പിക്കാൻ പോകട്ടോ. 2 വേർഡ്സ് ഞാനിവിടെ ബോർഡിൽ എഴുതും, സ്ക്രീനിൽ എഴുതും. നിങ്ങൾ തന്നെ പറയണം എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത്. സെറ്റാണോ? സെറ്റാണേ? യെസ്. ഓക്കെ അപ്പൊ ആദ്യം തന്നെ എല്ലാവരും നല്ല നിവർന്നിരുന്നേ. ആരും കിടക്കുകയോ തലയ്ക്ക് കൈ കൊടുക്കുകയോ ഒന്നും വേണ്ട. കൈയൊക്കെ എടുത്ത് നല്ല നിവർന്നിരിക്കുക. വേഗം ആയിക്കോട്ടെ. യെസ്. അപ്പൊ ഞാൻ ഒന്നാമത്തെ വേർഡ് എഴുതാൻ പോവാണ്. നമ്പർ 1 ഇൻകം അഥവാ വരുമാനം. ഓക്കെ നമ്പർ 2 ഞാൻ എഴുതാൻ പോവാണ്. എക്സ്പെൻസ് അഥവാ ചെലവ്. ഓക്കെ അപ്പൊ ഇൻകം അഥവാ വരുമാനം, എക്സ്പെൻസ് അഥവാ ചെലവ്. ഞാൻ പറയാം എന്നുള്ളവർ വേഗം ടാറ്റ കാണിച്ചോളൂ. ഞാൻ പറയാം മിസ്സേ എക്സ്പെൻസസിന്റെയും ഇൻകത്തിന്റെയും ഉദാഹരണം അല്ലെങ്കിൽ എന്താന്ന് ഞാൻ പറയാം. ഓക്കെ വിളിക്കാം, ഒരാളെ വിളിക്കാം. ജോയൽ. ഓക്കെ ജോയലേ, എടാ എന്താണ് ഇൻകം എന്ന് പറഞ്ഞോ? വരുമാനം അല്ലേ? ഇടിമേടിക്കും നീ. ഒരു ഉദാഹരണം പറഞ്ഞടാ. ഇൻകം, നിന്റെ വീട്ടിലെ ഒരു പ്രധാന സോഴ്സ് ഓഫ് ഇൻകം അഥവാ വരുമാനം പറ. കറണ്ട് ബില്ല് നിങ്ങളുടെ വീട്ടിലെ വരുമാന? അത്രയും വരുമാനം കിട്ടുന്നുണ്ടോ നിങ്ങളുടെ വീട്ടില്? KCB ആണോ അപ്പൊ നിന്റെ വീട്? KCB യിലാണോ അപ്പൊ നീ താമസിക്കണേ? KCB യിലാണോന്ന്? അതല്ല. അടുത്തൊരാള് ഓപ്ഷൻ നമ്മൾ നേരെ അടുത്തൊരാളിലേക്ക് കൊടുക്കുകയാണ്. ശ്രീയുക്ത പറഞ്ഞേ എക്സ്പെൻസിന് ഇൻകത്തിന് ഒരു ഉദാഹരണം. നമ്മുടെ വീട്ടില് അച്ഛനോ അമ്മയോ ജോലിയൊക്കെ എടുക്കുന്നു, അവർക്ക് കിട്ടുന്ന പൈസ നമ്മളത് അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ച് നമ്മുടെ ഇഷ്ടത്തിന് സന്തോഷത്തിന് സാധനങ്ങളൊക്കെ മേടിച്ച് ഫുഡൊക്കെ അടിച്ച് ഇതിനൊക്കെ എന്ത് വേണം? ഫണ്ട് വേണം, വരുമാനം വേണം അല്ലെ? അപ്പൊ ശ്രീയുക്തിയുടെ വീട്ടിലൊരു പ്രധാന സോഴ്സ് ഓഫ് ഇൻകം, ഒരു വരുമാനം പറയാൻ പറഞ്ഞ എന്ത് പറയും? അച്ഛന്റെ.
ഇപ്പോൾ ഫാദർ സാലറി നമുക്ക് എഴുതാം. അച്ഛൻ്റെ സാലറി സിയുക്തയുടെ വീട്ടിലെ ഒരു പ്രധാന സോഴ്സ് ഓഫ് ഇൻകം ആണ്. കാരണം അച്ഛൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി എടുക്കുന്നു, മാസം ശമ്പളം കിട്ടുന്നു. ആ ശമ്പളം കൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിട്ടുള്ള വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും പച്ചക്കറികളും അതേപോലെ തന്നെ എന്താണ് മെഡിസിൻസ്, എന്താ അസുഖത്തിനായിട്ടുള്ള മരുന്നോ കാര്യങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ അത് മേടിക്കാറുണ്ട് നമ്മൾ. അതേപോലെ തന്നെ എന്താ നമുക്ക് വേണ്ട ഫുഡ് മേടിക്കുന്നു, ഡ്രസ്സ് മേടിക്കുന്നു, ഇതിനെല്ലാം നമുക്ക് വരുമാനം വേണം അല്ലേ. അപ്പോൾ ശ്രീയുക്തയുടെ വീട്ടിലൊരു പ്രധാന വരുമാനം വരുന്നു അച്ഛൻ്റെ സാലറി. ഓക്കെ, ഇനി വേറൊരാളെ വിളിക്കാം. വേറൊരാളെ, യെസ്, പ്രയാഗിന്റെ വീട്ടിലൊരു പ്രധാന വരുമാന മാർഗം. പ്രയാഗിന്റെ വീട്ടിലെ മറ്റൊരു പ്രധാനപ്പെട്ട വരുമാന മാർഗം പറഞ്ഞോ. അച്ഛന്റെ ജോലി അല്ലാതെ വേറെ വരുമാന മാർഗം ഉണ്ടോ? അമ്മയുടെ ജോലി പറയാം അല്ലെ. അമ്മ വർക്ക് ചെയ്യാണ്, അപ്പൊ അമ്മയ്ക്ക് കിട്ടുന്ന സാലറി ഒരു പ്രധാന സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഓക്കെ, ശരി. ഇനി അടുത്ത ഒരാളോട് ചോദിക്കട്ടെ. ഇപ്പൊ അച്ഛന്റെ അമ്മയുടെ സാലറി നമ്മുടെ ഒരു വരുമാനമാണെന്ന് പറഞ്ഞു. ഇത് രണ്ടുമല്ലാതെ വേറെ രീതിയിൽ എന്തെങ്കിലും വരുമാനം കിട്ടുന്നവരുണ്ടെങ്കിലും ഒന്ന് വേവ് ചെയ്തേ ഹാൻഡ്സ്. ഉണ്ട്, വിളിക്കാം. ആജ്ഞ, വേറെ എന്താണ് വരുമാന മാർഗം? അൺമ്യൂട്ട് ചെയ്തോ? അൺമ്യൂട്ട് ചെയ്യാം ആദ്യം. അൺമ്യൂട്ട് ചെയ്യടാ. യെസ് പറഞ്ഞോ. ഹലോ, പെൻഷൻ ഉണ്ട്. ആർക്കാ പെൻഷൻ കിട്ടുന്നേ? ഓക്കെ, പെൻഷൻ കിട്ടുന്നുണ്ട്, അതൊരു മറ്റൊരു വരുമാന സ്രോതസ്സാണ്. ഓക്കെ, ഇനി ഇത് മൂന്നുമല്ലാതെ വരുമാനം, ഇതെല്ലാവർക്കും പല പല ഒരുപാട് വരുമാന മാർഗങ്ങളുണ്ടല്ലോ. നമ്മളിന്ന് ഞെട്ടും. വിളിക്കാം. നയന, എന്താണ്? പറഞ്ഞോ. ജാതിക്കായ വിൽക്കുന്നില്ല. എന്റെ വീട്ടിലുണ്ട് കേട്ടോ, ജാതി മരവും ജാതിക്കായൊക്കെ വിൽക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു ബിസിനസ് വേണ്ടല്ലേ? അല്ലെങ്കിൽ എന്താണ്, ഫാമിംഗ് എഴുതാം അല്ലേ, അല്ലെങ്കിൽ അഗ്രികൾച്ചറിനോ ക്രോപ്പിംഗ് എന്തെങ്കിലും. ഓക്കെ, യെസ്. പിന്നെ വേറെ വരുമാന മാർഗം. അവിടെ അമ്മയാണ് സപ്പോർട്ട് ചെയ്തെന്ന് തോന്നുന്നുണ്ടാ മോനെ, എനിക്ക് കിട്ടുന്ന വരുമാനം പറയടാന്ന്. ഓക്കെ, ദേവഭരത്, എന്താണ് വേറെ വരുമാന മാർഗം? യെസ്, റെന്റിന് കൊടുക്കുന്നു, ഹൗസ് റെന്റിന് കൊടുക്കുന്നത് ഒരു പ്രധാന വരുമാന മാർഗമാണ്. ശരി, ഓക്കെ. ഇനി ഒരെണ്ണവും കൂടി, ലാസ്റ്റ് വൺ, ഒരെണ്ണവും കൂടി. ഗായത്രി, എന്തായിരുന്നു ഇതിലൊന്നും പെടാത്തൊരു വരുമാന മാർഗം? പോൾട്രി ഫാമിംഗ്. പോൾട്രി ഫാമിംഗ് ഉണ്ടല്ലേ. വീട്ടിൽ എന്ത് പോൾട്രിയാടാ വളർത്തണേ? കോഴിയാടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു വരുമാന മാർഗമാണ്. ഇനി ഇപ്പൊ ഇഷ്ടംപോലെ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വരുമാനം അഥവാ ഇൻകം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. നമുക്ക് നമ്മുടെ ബേസിക് ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കായിട്ടൊക്കെ എന്ത് വേണം? പണം വേണം. ഈ പണം കിട്ടുന്ന ഓരോരോ രീതികൾ അല്ലെങ്കിൽ ഓരോരോ സ്രോതസ്സുകൾ നമുക്ക് പറയാം. ഇനി എക്സ്പെൻസ്, നിങ്ങൾക്ക് വീട്ടിലുണ്ടാകുന്ന ചിലവുകൾ എന്തൊക്കെയാന്ന്. അപ്പൊ തന്നെ ഞാൻ ഇന്നലെ പുതിയൊരു സാധനം അച്ഛൻ മേടിച്ചത് അങ്ങനെ തന്നെ തറയിലിട്ട് പൊട്ടിച്ചു മിസ്സേ, അതെനിക്കൊരു വലിയ നഷ്ടമായി പോയി എന്നൊക്കെ പറയരുത് കേട്ടോ. ഓക്കെ, വിളിക്കാം, ചെലവ് ചോദിക്കാം. ഐറിന്റെ വീട്ടിലൊരു പ്രധാന ചെലവ് ഇലക്ട്രിസിറ്റി. വാട്ട് ഇലക്ട്രിസിറ്റി? എന്ത്? കറണ്ട് ബില്ല് അടയ്ക്കാല്ലേ? മാസം 2 മാസം കൂടുമ്പോ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നത് ഒരു ചെലവാണ്. അപ്പൊ അച്ഛൻ എന്ത് പറയും? മോനെ അധികം ഫാൻ ഒന്നും ഇടല്ലേടാ, ലൈറ്റ് ഒക്കെ എണീറ്റ് പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഓഫ് ചെയ്യടാന്ന് പറയുമല്ലേ അച്ഛൻ? പറയാറുണ്ടാ? അമ്മ പറയാറുണ്ടാ? പിന്നെ അങ്ങനെ പറയിപ്പിക്കാനൊരു ഇട വരുത്തരുത് കേട്ടോ. ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തോളണം കേട്ടോ. ഓക്കെ, ഇനി വേറെ ഒരു എക്സ്പെൻസ് ആരാ പറയാ? നിവേദ്യ. എന്താ എഴുതുന്നേ നിവേദ്യ? എന്താ എഴുതുന്നേ? ഹലോ, എന്താ എഴുതുന്നേ? കേൾക്കുന്നുണ്ട്, നന്നായിട്ട് കേൾക്കുന്നുണ്ട്. കുട്ടി എന്താ ഇപ്പൊ എഴുതുന്നേ? ഇത് എഴുതണ്ട, മിസ് പറയും എഴുതേണ്ട സാധനം കേട്ടോ. അപ്പൊ എഴുതിയാ മതി. അപ്പൊ പറഞ്ഞോ, ഒരു എക്സ്പെൻസ് പറഞ്ഞോ, ഒരു ചെലവ്. എല്ലാ ദിവസവും ഡ്രസ് മേടിക്കും. നല്ല ഡ്രസ്സ് മേടിക്കുന്ന ഒരു ചെലവാണല്ലേ. നമ്മൾ 1000 രൂപ 2000 രൂപയൊക്കെ കൊടുത്ത് പുതിയ ബാഗി പാന്റും ഷർട്ടൊക്കെ മേടിക്കുന്ന ഒരു ചെലവ് തന്നെയാണ്. ശരിയാണ്. ഇനി വേറൊരു എക്സ്പെൻസ്. കാശിദേവ്, വേറൊരെണ്ണം. ശരിയാടാ,
ഫുഡ് നിനക്കൊരു എക്സ്പെൻസ് ആണ്. നീ ഫ്രീ ആയിട്ടല്ലേ പഠിക്കുന്നേ? ചില എഡ്യൂക്കേഷൻ CBSE ആണ് പഠിക്കണമെങ്കിൽ പറയാല്ലേ. എഡ്യൂക്കേഷൻ അപ്പൊ നമുക്ക് ഉൾപ്പെടുത്താം. ട്യൂഷന് ഫീസ് കൊടുത്താ പഠിപ്പിക്കുന്നത് അല്ലേ? ഓക്കെ, ഇനി ഒരാൾ കൂടി അവസരം കൊടുക്കാം. എടാ എല്ലാവർക്കും ഒരു അവസരം കൊടുക്കട്ടെ. ഒരാള്, അടുത്തൊരാള്. കൃഷ്ണനന്ദ, മറ്റൊരു എക്സ്പെൻസ്. ഹലോ, പറഞ്ഞോളൂ. മറ്റൊരു എക്സ്പെൻസ്. വാട്ടർ ബില്ല് അടയ്ക്കണം. ശരിയാണ്, വാട്ടർ ബില്ല് അടയ്ക്കുന്ന ഒരു ചെലവാണ്. പിന്നെ ഒരാളെ കൂടി വിളിക്കട്ടെ. സാറേ, ലാസ്റ്റ് വൺ, 6th വൺ പറയാൻ. അസ്ലം, ഒരെണ്ണം കൂടി. ഒരു ചെലവ്, നിനക്ക് വീട്ടിലുള്ള ഒരു ചെലവ്. ബസ് ഫെയർ. ഓക്കെ, ബസ് ഫെയർ അല്ലേ പറഞ്ഞേ? ബസ് ഫെയർ ഒരു ചെലവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഓൾമോസ്റ്റ് കിട്ടി എന്താണ് വരുമാനമെന്നും എന്താണ് ചെലവെന്നുള്ളതും കിട്ടിയില്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഈ 2 കാര്യങ്ങൾ ഓക്കെ ആണേ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ നമ്മുടെ പാഠത്തിലേക്ക് കടക്കാണ്. എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? ബഡ്ജറ്റ്, ദ ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെന്റ്. ബഡ്ജറ്റ് അഥവാ വികസനത്തിന്റെ നേർരേഖ എന്നുള്ളതാണ് നമ്മുടെ പാഠത്തിന്റെ പേര്. എത്രാമത്തെ ചാപ്റ്റർ ആണ്? 10ാമത്തെ ചാപ്റ്റർ ആണ്. എത്രാമത്തെയാണ്? 10ാമത്തെ ചാപ്റ്റർ ആണ്. തുടങ്ങാമല്ലോ. സെറ്റ് അല്ലേ എല്ലാവരും? യെസ്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഞാൻ ചോദിക്കട്ടെ, വാട്ട് യു മീൻ ബൈ ഫാമിലി എക്സ്പെൻഡിച്ചർ അഥവാ കുടുംബ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുടുംബ ചെലവ് അഥവാ ഫാമിലി എക്സ്പെൻഡിച്ചർ ആര് പറയും? പാർവതി. ഓക്കെ, പാർവതി പറഞ്ഞോ. പാർവതിക്ക് എന്താ അറിയാ കുടുംബ ചെലവിനെ കുറിച്ച്? ഒരു ഫാമിലിക്ക് അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന ചിലവിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫാമിലി എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ എന്താ പറയാൻ പോവാണ്. ഇന്നത്തെ ക്ലാസ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത? എന്താ? എക്സാം ഇല്ല. അത് ഒരു പ്രത്യേകതയാണ് അല്ലെ? അതൊരു പ്രത്യേകതയാണ്, ശരിയാണ്. ഞാൻ ഓരോ ടോപ്പിക്ക് പഠിപ്പിക്കും. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ 10 പ്രാവശ്യം ഇത് നാളെ എഴുതി പഠിക്കേണ്ടി വരും. ഓക്കെ, റെഡി? റെഡി അല്ലേ? റെഡി ആണെങ്കിൽ ഒന്ന് സംസാരിച്ചേ. ആർ യു റെഡി? എവിടെ? എടാ ഈ ദുഃഖഭാവമൊക്കെ ഇത് മാറ്റടാ. റെഡി? ഓക്കെ, അപ്പൊ കേട്ടോ, എന്താണ് കുടുംബ ചെലവ് അഥവാ ഫാമിലി എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ബൈ എ ഫാമിലി. ഒരു ഫാമിലി, ആ ഫാമിലിയുടേതായ ഓരോ ആവശ്യങ്ങൾ ഉണ്ടാവും അല്ലെ? ഫോർ ഫുഡ് കൺസംഷൻ, ഭക്ഷണത്തിനോ അല്ലെങ്കിൽ അതേപോലെ തന്നെ നോൺ ഫുഡ് കൺസംഷൻ. ഒരു ഫാമിലിക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഭക്ഷ്യ വസ്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള പണം ചെലവാക്കാന്നുള്ളതാണ് അല്ലെ? നമ്മുടെ വീട്ടിലേക്ക് വേണ്ട പാല്, പയറ്, അരി, അതേപോലെ തന്നെ പച്ചക്കറി, പഴവർഗ്ഗങ്ങള്, മത്സ്യങ്ങള്, മാംസം, ഇതൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പണം വേണം അല്ലെ? എന്നാൽ ഇത് മാത്രമാണോ ഒരു ഫാമിലിക്ക് വേണ്ടി വരുന്നത്? ഫുഡ് കൺസംഷൻ മാത്രമാണോ? നോൺ ഫുഡ് കൺസംഷനും കൂടി വരുന്നുണ്ട് അല്ലെ? അതായത് എന്താ പറയുന്നത്? ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ വാട്ടർ ബില്ല് അടക്കേണ്ടി വരും, അതേപോലെ തന്നെ കറണ്ട് ബില്ല് അടക്കേണ്ടി വരും, ഡ്രസ്സ് എടുക്കേണ്ടി വരും, എന്തെങ്കിലും പെട്ടെന്നൊരു വയ്യായികയോ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അങ്ങനെ പല ചെലവുകളും ഉണ്ടാവാറില്ലേ? ബസ് ഫെയർ, പെട്രോൾ അടിക്കണം, അങ്ങനെ ഒരുപാട് ചിലവുകൾ. അപ്പോൾ ഒരു ഫാമിലിയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ഫുഡ് കൺസംഷനും അതേപോലെ തന്നെ നോൺ ഫുഡ് കൺസംഷനും ഏതൊക്കെയാണ് നോക്കാം? ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായി ഒരു നിശ്ചിത കാലയളവിൽ നമ്മൾ എന്തൊക്കെയോ എത്രയൊക്കെ ചെലവഴിക്കുന്നോ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫാമിലി എക്സ്പെൻഡിച്ചർ അഥവാ കുടുംബ ചെലവെന്ന് വിളിക്കുന്നത്. കിട്ടിയോ മക്കളെ പറഞ്ഞത്? അപ്പൊ ഇവിടെ നിങ്ങളുടെ ആൻസറിൽ വരേണ്ട 2 പ്രധാനപ്പെട്ട കീവേഡ് ഞാനിപ്പോ പറയും. അത് മാത്രമേ സ്റ്റഡി മെറ്റീരിയൽ ഹൈലൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. റെഡി? അത് മാത്രമേ ഹൈലൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഒന്നാമത്തെ നോക്കാം, ഫുഡ് കൺസംഷൻ. അത് മാത്രം വരച്ചിടാം കേട്ടോ. ഫുഡ് കൺസംഷനും നോൺ ഫുഡ് കൺസംഷനും, ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് പണം ചെലവാക്കുന്നു. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കുടുംബ ചെലവ് അഥവാ ഫാമിലി എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. സെറ്റ് ആണേ പറഞ്ഞ കാര്യം? ഓക്കെ ആണേ? ഓക്കെ ആണെങ്കിൽ തംസ് കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ തംസ് കാണിച്ചേ. യെസ്. അപ്പോൾ അടുത്തത് പറയുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒരാളെ വിളിക്കാം സർ. നമ്മൾ ഇന്ന് അങ്ങനെയാണ് കേട്ടോ, രണ്ടുപേരെ വിളിച്ചോളൂ. ഒരു ബോയ് ഒരു ഗേൾ കേട്ടോ. സഫ, എന്താണ് ഫാമിലി എക്സ്പെൻഡിച്ചർ? പറഞ്ഞില്ലെങ്കിൽ അപ്പ ഇമ്പോസിഷൻ ആണേ, ഒന്ന് നോട്ട് ചെയ്തേനോട്. സഫ, ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു 2 കീവേഡേ നമുക്കവിടെ പഠിക്കാനുള്ളൂ. ഏതാണ് ആ കീവേഡ്?
ഏ എന്താ ലേറ്റ് ആയേ? നെറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല? ഏ അപ്പൊ സഫ എന്ത് ചെയ്യും? അപ്പൊ വേഗം അടുത്തൊരാൾ പറഞ്ഞെന്ന് ശ്രദ്ധിച്ച് കേട്ടോട്ടോ. ഓക്കെ, അപ്പൊ അതിന് സഫേനോട് തന്നെ ചോദിക്കട്ടെ. വിളിക്കാം ഒരു ബോയിയെ. ഗണേഷേ, ജനേഷ്. ഓക്കെ ജനേഷേ, എന്താണ് ഫാമിലി എക്സ്പെൻഡിച്ചർ? നോൺ ഫുഡ് സബ്സ്റ്റൻസും വന്നു. അപ്പൊ വേറെ ഒരെണ്ണം കൂടി വരുവോളാടാ. നോൺ ഫുഡ് വന്നു കഴിഞ്ഞാൽ ഫുഡ് സബ്സ്റ്റൻസും അല്ലെങ്കിൽ ഫുഡ് കൺസംഷനും നോൺ ഫുഡ് കൺസംഷനും കൂടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെ എന്തോ ഗ്രോസറീസ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അവിടെ ഫുഡ് കൺസംഷൻ അല്ലെങ്കിൽ നോൺ ഫുഡ് കൺസംഷൻ എന്ന് തന്നെ പറയണം. പിന്നെ നീ ഇന്ന് ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഞാനൊന്ന് സപ്പോർട്ട് ചെയ്തേണ് കേട്ടോ. ഫുഡ് കൺസംഷനും നോൺ ഫുഡ് കൺസംഷനും വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫാമിലി എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. യെസ്, അപ്പൊ അത് കിട്ടിയല്ലോ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം കേട്ടോ. വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാമിലി എക്സ്പെൻഡിച്ചർ? ഫാമിലി എക്സ്പെൻഡിച്ചേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എത്രയാണ്? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എടാ അപ്പൊ നോക്കിക്കേ, നിങ്ങളുടെ വീട്ടില് ഇപ്പൊ അച്ഛൻ ചിലപ്പോൾ പറയുന്നുണ്ടാവും മാസം സാലറി കിട്ടുമ്പോൾ, ഓ എന്തൊരു ചെലവാണല്ലേ ഈ മാസം സാലറി കിട്ടുമ്പോൾ ഈ കിട്ടിയ പൈസ മുഴുവനും എന്ത് ചെയ്യണം? ഓരോരോ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ കൊടുക്കണം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയാം, എല്ലാ മാസവും സാലറി കിട്ടി കഴിഞ്ഞാൽ അച്ഛന് മുടങ്ങാതെ കറണ്ട് ബില്ല് അടയ്ക്കാനുണ്ടാവും, വാട്ടർ കണക്ഷൻ അടയ്ക്കാനുണ്ടാവും, ഗ്യാസിന്റെ കൊടുക്കാനുണ്ടാവും, വേറെ വല്ല റെന്റൽ ഹോംസിലാണ് വാടക വീട്ടിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ അതിന്റെ റെന്റ് കൊടുക്കാനുണ്ടാവും, ടി വി അടയ്ക്കാനുണ്ടാവും, ഫോൺ ബില്ല് അടയ്ക്കാനുണ്ടാവും. അങ്ങനെ എല്ലാ മാസവും അച്ഛൻ മുടങ്ങാതെ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലേ? അല്ലേ? എന്നാൽ എല്ലാ മാസവും ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ചില മാസങ്ങളിൽ എന്ത് വരാം? നമ്മൾ പ്രതീക്ഷിക്കാതെ കുറച്ച് കാര്യങ്ങളും കൂടി ഓടി വന്നേക്കാം അല്ലേ? അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ എന്ത് പറയും? അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യമൊക്കെ നമ്മുടെ പെട്ടെന്ന് നമുക്ക് ചില മാസങ്ങളിൽ കയറി വന്നു കഴിഞ്ഞാൽ വിളിക്കാം. വൈഷ്ണവി ഏതാണ് അപ്രതീക്ഷിതമായിട്ട് വരുന്ന കാര്യങ്ങള്? പെട്ടെന്നൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മാസവും മുടങ്ങാതെ അസുഖം വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്നായിരിക്കും അസുഖം കയറി വരുന്നേ. അതൊരു പ്രശ്നമാണ്. പിന്നെ വൈഷ്ണവി സ്റ്റക്കാണ്. ഓക്കെ, അപ്പൊ വൈഷ്ണവി പറഞ്ഞത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ വല്ല അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്നൊരു ചെലവായിട്ട് മാറും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ എക്സ്പെൻഡിച്ചറിനെ, ഫാമിലി എക്സ്പെൻഡിച്ചറിനെ അഥവാ കുടുംബ ചെലവിനെ ഞാൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. എന്താണ്? എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറും അതേപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറും കേട്ടോ. എന്താണ്? എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറും അൺഎക്സ്പെക്റ്റഡ്, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ മാസം എന്തായാലും ഈ ബില്ല് വരും, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, ലോൺ അടയ്ക്കണം, അതേപോലെ തന്നെ ചിട്ടിട കൊടുക്കണം, അങ്ങനെ നമ്മൾ എല്ലാ മാസവും കൃത്യമായിട്ട് ചെയ്യുന്ന പ്രതീക്ഷിത ചെലവും, എന്നാൽ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ എന്തുകൂടി കടന്നു വരാം? അപ്രതീക്ഷിതമായ ചെലവ് കൂടി കടന്നു വരാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാന്നുള്ളത്. നോക്കിക്കേടാ, എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ അഥവാ പ്രതീക്ഷിത ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ഈസ് ദ എക്സ്പെൻഡിച്ചർ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ബൈ ദ ഫാമിലി എല്ലാ മാസവും ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ദിസ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് മന്ത്ലി ഓർ ആനുവലി എന്നാണ് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് അറിയാം എല്ലാ മാസവും അല്ലെങ്കിൽ ഒരു നിശ്ചിത പീരീഡിലേക്ക് ഈ എക്സ്പെൻസ് എന്തായാലും ഉണ്ടാവും. ഉദാഹരണം, ഫുഡിന് വേണ്ടി വരുന്ന പൈസ, ഇലക്ട്രിസിറ്റി ബില്ലിന് വേണ്ടി വരുന്ന പൈസ, വാട്ടർ ബില്ലിന് വേണ്ടി വരുന്ന പൈസ, ഇതൊക്കെ എന്താണ്? നമ്മുടെ എക്സ്പെക്റ്റഡ് ആണ് അല്ലെ? നോക്കാം, നിശ്ചിത കാലയളവിലേക്ക് ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം, ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം കുടുംബത്തിനുണ്ടാകുന്ന പ്രതീക്ഷിക്കുന്ന ചെലവുകൾ. പ്രതീക്ഷിക്കുകയാണ്, അവർക്കറിയാം ഇത് എന്തായാലും വരും. അങ്ങനെ പ്രതീക്ഷിക്കുന്ന ചെലവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രതീക്ഷിത ചെലവ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണം, വൈദ്യുതി ബില്ല്, ഫുഡ്, ആഹാരം, ഇതെല്ലാം നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. ഓക്കെ ആണോടാ മക്കളെ പറഞ്ഞത്? ഓക്കെ ആണോ? എന്നാൽ എന്താണ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചേഴ്സ്? ദി എക്സ്പെൻഡിച്ചർ ദാറ്റ് എ ഫാമിലി cannot fix in advance. വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് മാത്രം ഒന്ന് മാർക്ക് ചെയ്തിട്ട്, മുൻകൂട്ടി ഫാമിലിക്ക് മാറ്റി വെക്കാൻ സാധിക്കില്ല. ഈ മാസം എനിക്ക് ഇത്ര രൂപ ഇന്നതിന് വേണ്ടി മാറ്റി വെക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ വരും അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? എന്താണ് മിസ് മാർക്ക്?
മാർക്ക് ചെയ്യണം കേട്ടോ. ഞാൻ മാർക്ക് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അതായത് അപ്രതീക്ഷിതമായിട്ട് ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിനെ മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്ത, മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് നിശ്ചയിക്കാൻ കഴിയാതെ, നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ആകസ്മികമായി ഉണ്ടാകുന്ന ചെലവിനെയാണ് എന്ത് വിളിക്കുന്നത്? അപ്രതീക്ഷിത ചെലവ് അഥവാ അൺഎക്സ്പെക്ടഡ് എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വരുന്നത് അല്ലേ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ 2018 ഫ്ലഡ് വന്നു അല്ലേ. നമുക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ 2018 ഫ്ലഡ് വരുമെന്ന്? കൊറോണ വന്നപ്പോൾ നമുക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ നാളെ കൊറോണ കാരണം ഇവിടെയൊക്കെ ലോക്ക്ഡൌൺ ആവുമെന്ന്? ഇല്ല. അപ്പൊ എങ്ങനെയായിരുന്നു? അൺഎക്സ്പെക്ടഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാതെ വന്നതാണ് അല്ലേ. അപ്പൊ എന്താ പറയുന്നത്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഡിസീസസ്, ഇതെല്ലാം എന്താണ്? അതിന് ഉദാഹരണമാണ് അല്ലെ. എന്തൊക്കെയാണ്? പ്രകൃതിക്ഷോഭം, രോഗങ്ങൾ തുടങ്ങിയവയെല്ലാം അതിന്റെ ഉദാഹരണങ്ങളാണ്. കിട്ടിയോ മക്കളെ? കിട്ടിയോ? യെസ്. അപ്പൊ എന്താ പറഞ്ഞത്? നമ്മളിവിടെ പറഞ്ഞു ഫാമിലി എക്സ്പെൻഡിച്ചറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. എക്സ്പെക്ടഡ് എക്സ്പെൻഡിച്ചറും അൺഎക്സ്പെക്ടഡ് എക്സ്പെൻഡിച്ചറും അല്ലെ. പ്രതീക്ഷിത ചിലവും അതേപോലെ തന്നെ അപ്രതീക്ഷിത ചെലവും. ഓക്കെ ആണോ? സെറ്റ് ആണോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടിയോ? യെസ്. എങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാലോ? ശരി. അപ്പൊ ഒരാളെ വിളിക്കാം സർ. ജോവിൻ, ഇന്നും നീ സിസ്റ്റത്തിന്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുന്നത് എന്തിനാ? ജോവിനെ, അൺഎക്സ്പെക്ടഡ് എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ? പീരീഡ് ഓഫ് ടൈം. ഓക്കെ. അതിന് മലയാളം എന്ന് പറഞ്ഞേ, നിനക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞ അൺഎക്സ്പെക്ടഡ് എക്സ്പെൻഡിച്ചറിനെ വരും. അതിനെയാണ് നമ്മൾ അൺഎക്സ്പെക്ടഡ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, വെരി ഗുഡ്. അടിപൊളിയായിട്ട് പറഞ്ഞു കേട്ടോ. ദെൻ അടുത്തൊരാളെ വിളിക്കാം. ശ്രേയ, അവൻ നല്ല അടിപൊളിയായിട്ട് അൺഎക്സ്പെക്ടഡ് എക്സ്പെൻഡിച്ചർ എന്താന്ന് പറഞ്ഞു. അതിനൊരു 2 എക്സാമ്പിൾ പറഞ്ഞു ശ്രേയ. ഡിസീസസ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഇതെല്ലാം അതിന്റെ ഉദാഹരണങ്ങളാണ്. ഓക്കെ ആണല്ലോ മക്കളെ? സെറ്റ് അല്ലേ എല്ലാവർക്കും? യെസ്. അപ്പൊ അടുത്ത് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നേ വാട്ട് ഈസ് മീൻ ബൈ ഫാമിലി ഇൻകം. എന്താണ് കുടുംബ വരുമാനം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഹാൻഡ്സ് ഒക്കെ ഒന്ന് ലോവർ ചെയ്തോ. ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, കൃത്യമായിട്ട് ഉത്തരം കേട്ടിട്ട് റേസ് ഹാൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, ആരും റേസ് ഹാൻഡ് ചെയ്യരുത്. കൃത്യമായിട്ട് ഉത്തരം കേട്ടിട്ട് റേസ് ഹാൻഡ് ചെയ്യുക. അല്ലാതെ റേസ് ഹാൻഡ് ചെയ്യുന്നവരെല്ലാവരും 7ാം ക്ലാസ്സിലെ മങ്കികളാണ് കേട്ടോ. ഇനിയിപ്പോൾ പറയാതെ റേസ് ഹാൻഡ് ചെയ്യുന്നവരെല്ലാവരും 7ാം ക്ലാസ്സിലെ മങ്കികളാണ്. ഓക്കെ, അപ്പൊ മങ്കികളായോ? അപ്പൊ റേസ് ഹാൻഡ് വന്നില്ലല്ലേ? ഇല്ല. വയ്യ എനിക്ക്. അവിടെ ഇരിക്കും കുറച്ചു നേരം. എന്നാ റേസ് ഹാൻഡ് ചെയ്യാതെ. ആദ്യത്തെ ഒരു മങ്കി എത്തിയിട്ടുണ്ട്. പേര് വിളിക്കട്ടെ? എടാ, നമ്മള് ഗേൾസ് പവർ കളയരുതട്ടാ. വെറുതെ റേസ് ഹാൻഡ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞാ പക്കയിരിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും ക്വസ്റ്റൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ വീട്ടില് ഒരേ ഒരു ഫാമിലി ഇൻകമേ ഉള്ളൂ, ഇന്നൊരാളുടെ വരുമാനം മാത്രമുള്ളൂ എന്നുള്ളവർ മാത്രം റേസ് ഹാൻഡ് ചെയ്തേ. ഒരാളുടെ വരുമാനം മാത്രമേ ഉള്ളൂ. മേ ബി അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനോ അമ്മമ്മയോ ആരെങ്കിലും ആയിരിക്കാം. പക്ഷെ ഒരേ ഒരു വരുമാനമേ ഉള്ളൂ. ഓക്കെ, ശരി. ഇനി ലോവർ ചെയ്യാൻ പോവാണ് ഹാൻഡ്സ്. ഇനിയിപ്പോൾ ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് കേട്ടിട്ട് വേണം അടുത്തത് റേസ് ഹാൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ഫാമിലി ഇൻകം അല്ലെങ്കിൽ ഒരേ ഒരു വരുമാനമുള്ളവർ റേസ് ഹാൻഡ് ചെയ്തു. ഇനി ഒന്നിലധികം വരുമാന മാർഗങ്ങളുള്ളവർ, അച്ഛൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയും അച്ഛമ്മയുടെയും പിന്നെ ഈ വാടകയും അതും ഇതും അങ്ങനെ പല സോഴ്സ് ഓഫ് ഇൻകം ഉള്ളവരൊക്കെ ഒന്ന് റേസ് ഹാൻഡ് ചെയ്തേ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പല പല കാറ്റഗറിയിൽ വരുന്നുണ്ട് അല്ലേ. ഇപ്പം നമുക്കറിയാം. അപ്പോൾ ഒരു സോഴ്സ് ഓഫ് ഇൻകം മാത്രമല്ല, വരുമാന മാർഗം മാത്രമല്ല, ഒന്നിലധികം വരുമാന മാർഗം ഉള്ളവരും ഉണ്ട് അല്ലേ. യെസ്. അപ്പൊ നമുക്ക് നോക്കാം വാട്ട് ഈസ് മീൻ ബൈ ഫാമിലി ഇൻകം. എന്താണ് കുടുംബ വരുമാനം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഫാമിലി ഇൻകം ഈസ് ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ഫാമിലി. ഒരു ഫാമിലിയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ഇൻ എ പർട്ടിക്കുലർ പീരീഡ് ഫ്രം ദ ഡിഫറെന്റ് സോഴ്സസ്. ഒരു കുടുംബത്തിന് പല 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 സോഴ്സുകളിൽ നിന്ന് ഒരേ സമയം ലഭിക്കുന്ന വരുമാനത്തെ നമുക്ക് എന്ത് വിളിക്കാം? ടോട്ടൽ ഇൻകത്തെ ഫാമിലി ഇൻകം എന്ന് വിളിക്കാം അല്ലെ. അപ്പോൾ ഒന്നിലധികം വരുമാനമുള്ള ഒരാൾ ടാറ്റ കാണിച്ചേ. ഒന്നിലധികം വരുമാനമുള്ള ഒരാൾ. യെസ്, വിളിക്കട്ടെ സാർ ഒരാളെ. മിത്ര. ഒന്നിലധികം വരുമാനമുള്ളവർ എന്തൊക്കെയാണ്? ഒരു വരുമാനം എന്താ? എന്താ? ചേട്ടന് വർക്ക്ഷോപ്പാണ്. അപ്പോൾ ബ്രോസ് ഇൻകം ഉണ്ട്. പിന്നെ അച്ഛന്റെ ഇൻകം ഉണ്ട്. ഓക്കെ, പിന്നെ 2 ഉള്ളൂ. ഓക്കെ, ഈ 2-ലധികം വരുമാനമുള്ളവരൊന്ന് വേവ് ചെയ്തിട ഹാൻഡ്സ്. 2-ലധികം. ബോയ്സിന് വേവിങ്.
ഓക്കെ വിളിക്കാം. കാതൽ കാതൽ എടാ രണ്ടിലധികം വരുമാനം ഏതൊക്കെയാണ്? അപ്പോ അച്ഛന്റെ ജോലി, അമ്മയുടെ ജോലി, ദെൻ അച്ചാച്ചന്റെ പെൻഷൻ. ഓക്കെ, അപ്പോ ഗ്രാൻഡ് പാ. അപ്പൊ ഇത്രയാണ് പറഞ്ഞത്. ഇനി മൂന്നിലധികം വരുമാനമുള്ളവർ, മൂന്നിലധികം വരുമാനം അവിടെ ഉണ്ടോ? ടാറ്റ വിളിക്കാം. ആദിലേ പറഞ്ഞോ. അച്ഛനമ്മ അച്ഛനമ്മ അച്ചാച്ചൻ. അതേടാ വേദനിക്കുന്ന കോടീശ്വരൻ നീയായിരുന്നോ? ഗ്രാൻഡ് പാ ഗ്രാൻഡ് മാ ഇവരെല്ലാരും വന്നു. ശരി, ഇനി ഞാൻ ചോദിക്കട്ടെ, നാലിലധികം വരുമാനമുള്ളവരുണ്ടോ? നാലിലധികം വരുമാനമുള്ളവർ ഉണ്ടോ? നാലിലധികം വരുമാനമുള്ളവരുണ്ട്. അപ്പൊ ഇതൊക്കെ മാറ്റിയേക്കാം അല്ലെ? ആ നാലിലധികം വരുമാനമുള്ള ഒരാളെ വിളിക്കാം. ഓക്കെ വരട്ടെ, അതാണ് ആ കോടീശ്വരൻ നമ്മൾ കാത്തിരുന്ന. ഓക്കെ വിളിക്കാം. ഗൗരി പറഞ്ഞോ, എഴുതട്ടെ ഞാൻ. 1 അച്ഛൻ, പിന്നെ അമ്മ, പിന്നെ അച്ചാച്ചന്റെ പെൻഷൻ, പിന്നെ അമ്മാമ്മയുടെ പെൻഷൻ, കോഴിനെ വളർത്തുന്നുണ്ട്, പിന്നെ കൃഷി അഗ്രികൾച്ചർ. ഓക്കെ, പിന്നെ ഇത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ താങ്കളായിരുന്നു ആ വേദനിക്കുന്ന കോടീശ്വരി അല്ലേ? ഇത്രയധികം വരുമാനങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇനിയിപ്പൊ ഗൗരി കൂടി ഉള്ളു വീട്ടിലല്ലേ വരുമാനമുള്ള, ഇല്ലാത്ത ഒരാളായിട്ട്. ഓക്കെ ശരി ശരി ശരി. നമ്മളിനിയിപ്പോ ഞാൻ സാറിന്റെ ഒന്നും ചോദിക്കുന്നില്ല, എന്റെയും ഞാൻ ചോദിക്കുന്നില്ല. നമ്മളിനി ഇത്രയും വലിയ വേദനിക്കുന്ന കോടീശ്വരന്മാരുടെ ഇടയിൽ പോയിട്ട് ഒരു ബുദ്ധിമുട്ട് വേണ്ട. ഓക്കെ എടാ ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പോ ഞാൻ ചോദിക്കാൻ പോണത്, നിങ്ങൾക്ക് വരുമാന സ്രോതസ് ഉണ്ടോ? അതായത് അച്ഛൻ്റെയോ അമ്മയുടെയോ അച്ഛൻ്റെയോ അമ്മൂമ്മയുടെയോ അല്ലെങ്കിൽ കോഴിനെയോ ആടിനെയോ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്കൊരു വരുമാന മാർഗമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. വിളിക്കാം. ബാലവേലയോ? വിളിക്കാവനെ. ഓക്കെ വിളിക്കാം. ഐവിനെ, നിനക്ക് വരുമാന മാർഗമുണ്ട്, നിന്റേതായൊരു തൊഴിലുണ്ട്. സ്കോളർഷിപ്പ്. ശരി, നമുക്കത് അംഗീകരിക്കണം അല്ലെ? പഠിച്ച് കഷ്ടപ്പെട്ട് മേടിക്കുന്നില്ലേ സ്കോളർഷിപ്പ്. ശരി, പിന്നെ വേറെ ഇതല്ലാതെ, സ്കോളർഷിപ്പ് അല്ലാതെ അച്ഛനെ അമ്മൂമ്മനെയൊക്കെ പറ്റിച്ച് 50 രൂപ മേടിക്കുന്ന ആ സ്കീമല്ല ഞാൻ ഉദ്ദേശിച്ചേട്ടാ, ആ രീതിയല്ല. അല്ലാതെ വേറെ ക്രിസ്ലിൻ എന്താണ് പറഞ്ഞു? എന്താണ് താങ്കളുടെ വരുമാന മാർഗം? ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി നൈസായിട്ട് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലേ? എടാ ഇങ്ങോട്ട് പോരിട്ടാ, നമ്മൾ ഹിബാമിസ് പഠിപ്പിക്കുന്നുണ്ടോ? അല്ലല്ലേ? ഓക്കെ, അപ്പൊ എന്താണ്, അതേ വലിയ ഓൺട്രപ്രണറൊക്കെ ഉണ്ട് നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്നേ കേട്ടോ. ഭയങ്കര ബിസിനസ്സുകാരിയൊക്കെ ഇങ്ങനെ സ്വന്തമായിട്ട് ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്നു. വേറെ ബോയ്സ് ആരും ഒന്നും ചെയ്യുന്നില്ലേ? മടിയന്മാരാണല്ലേ? ശ്രീഹരി എന്താ 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 നിന്റെ വരുമാനം? വിറക് വെട്ടാൻ പോവും. പണിയെടുക്കാറുണ്ടാടാ നീ? ചെണ്ട വെട്ടാൻ പോവും. ആ അടിപൊളി, ആ കലാകാരനാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ 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 ചെറിയ വരുമാനമൊക്കെ കിട്ടുന്നവരുണ്ടല്ലേ? യെസ്, നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം അല്ലേ? എല്ലാവരും ചെറിയ കുട്ടികളാണെങ്കിലും എല്ലാവരും ചെറിയ വരുമാനമൊക്കെ കിട്ടുന്ന കുറച്ച് പേരൊക്കെ ഉള്ളെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷം. ഓക്കെ എടാ, അപ്പൊ കേട്ടോ ഫാമിലി ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ടോട്ടൽ ഇൻകം, ഒരു നിശ്ചിത കാലയളവിലേക്ക് നമ്മുടെ കുടുംബത്തിന് ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കുടുംബ വരുമാനം എന്ന് വിളിക്കുന്നത് അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തരും ഇപ്പൊ പറഞ്ഞു തന്നപ്പോ 6, 7, 8, 9 വരുമാനം വരെ ഉള്ളവരൊക്കെ ആയിട്ടുണ്ട്. Okay, by spending the income effectively, the family can develop the habit of saving, deal with unexpected expenditure and improve the standard of life. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്, നിങ്ങൾക്കൊരു മാസം 10,000 രൂപ സാലറി ഉണ്ടെന്ന് കരുതാം. നിങ്ങളെല്ലാവരും വലുതായി വലിയ കുട്ടികളായി 10,000 രൂപ നിങ്ങൾക്ക് സാലറി ഉണ്ട്. ഈ 10,000 രൂപ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കും? പ്രയാഗ്, നിനക്കാണ് 10,000 രൂപ വരുമാനം കിട്ടുന്നത്, നീ എന്ത് ചെയ്യോടാ 10,000 രൂപയും കൊണ്ട്? ഇതാക്കും, കൊടുക്കും. പിന്നെ വെരി ഗുഡ്. മെഡിക്കൽ പരമായിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് സേവ് ചെയ്യും. ഓക്കെ വെരി ഗുഡ്. പിന്നെ
ആ അടയ്ക്കും. ഓക്കെ, പിന്നെ അത്രേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോഴത്തേക്കും 10,000 കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ടാക്സ് നീ പേടിക്കണ്ട, നീ പേടിക്കേ വേണ്ട. 10,000 രൂപ സാലറിക്ക് നീ ടാക്സ് നടക്കേണ്ടി വരൂല കേട്ടാ, കേട്ടാ, ഡോൺ വെറി. ആ കുറച്ച് ഇപ്പം മോന് മനസ്സിലാവൂല, കുറച്ച് വലുതാകുമ്പോ ഈ 10,000ന്റെ വിലയൊക്കെ കിട്ടും. ഓക്കെ. ആ ഇനി വേറെ ഗേൾസ് ആരെങ്കിലും? ഗേൾസ് 10,000 രൂപ സാലറി കിട്ടി കഴിഞ്ഞാൽ വിളിക്കട്ടെ സാറേ, ഒരാളെ വിളിക്കാം. അനികയ്ക്കാണ് 10,000 രൂപ സാലറി കിട്ടുന്നെങ്കിൽ അനിക എന്ത് ചെയ്യും? ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, വെരി ഗുഡ് ഈവനിങ്. പറഞ്ഞോ, അനിക എന്ത് ചെയ്യും? ഗ്രോസറി സാധനങ്ങളൊക്കെ മേടിക്കും. പിന്നെ ബാങ്കിൽ കൊണ്ടുപോയി സേവ് ചെയ്യും. ഓക്കെ, പിന്നെ ഇതൊക്കെ വീട്ടില് അടഞ്ഞു പോണതായിരിക്കും കേട്ടോ. ശരി, EMI അടയ്ക്കും. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ? ശരിയാണ്. ഓക്കെ, അപ്പൊ ഇവര് രണ്ടുപേരും ഭയങ്കര അടിപൊളിയായിട്ട് പറഞ്ഞു കുട്ടികളാണല്ലേ? അതെ, ഭയങ്കര മെച്ചോർഡായി പോയി. സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞേ ഞാൻ അതുകൊണ്ട് ഫുഡ് അടിച്ച് തീർത്താനേന്ന് കേട്ടോ. അപ്പൊ ഇവർ രണ്ടുപേരും എന്തായാലും ഭയങ്കര മെച്ചോർഡായിട്ട് അടിപൊളിയായിട്ട് ആൻസർ പറഞ്ഞു. അത് ഞങ്ങൾ ഭാവിയിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നെങ്കിൽ മരുന്നിനോ ഹോസ്പിറ്റൽ കേസിനോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മാറ്റിവെക്കും, സേവിങ്സ് എടുക്കും, വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എ ഫാമിലി ക്യാൻ ഡെവലപ്പ് ദ ഹാബിറ്റ് ഓഫ് സേവിങ്സ് അല്ലെ? ഇപ്പൊ എനിക്കാണ് ഈ 10,000 രൂപ കിട്ടുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആദ്യം തന്നെ ഈ ഇപ്പൊ മോള് പറഞ്ഞ പോലെ തന്നെ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ മേടിക്കും വീട്ടിലേക്ക്. പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഫുഡൊക്കെ കഴിക്കാൻ പോകും, ട്രിപ്പ് പോകാൻ ഇഷ്ടമാണെങ്കിൽ ട്രിപ്പ് പോകും, പിന്നെ സേവ് ചെയ്യും. ഇതൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ക്യാൻ ഡെവലപ്പ് ദ ഹാബിറ്റ് ഓഫ് സേവിങ്, ഡീൽ വിത്ത് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ അല്ലേ? നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കയറി വരുന്ന അപ്രതീക്ഷിത ചെലവുകൾ, അതാണ് അവനിപ്പോൾ പറഞ്ഞത്. ഞാൻ മെഡിസിൻ ആരോഗ്യപരമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എന്തെങ്കിലും മാറ്റി വെക്കും അല്ലേ? ഇനിയിപ്പോൾ എന്തെങ്കിലും കയറി വന്നാലോ പെട്ടെന്നൊരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കും. ഇതെല്ലാം ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ചെലവുകൾക്കും ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾക്കും നമ്മുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും എല്ലാമായിട്ട് നമ്മളിങ്ങനെ ഫണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിത നിലവാരം എന്ത് ചെയ്യടാ? ഒരുപാട് ഉയരും, അഥവാ മെച്ചപ്പെടും അല്ലേ? നമ്മളൊരു നല്ലൊരു ജീവിത നിലവാരം ആയിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഫാമിലി ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഇൻകം ആണ്, മൊത്തത്തിലുള്ള ഇൻകം ആണ്. യെസ്, മന്തി കഴിക്കും അല്ലേ? അതെ, നീ മന്തി കഴിക്കും, എനിക്കറിയായിരുന്നു നീ മന്തിയുടെ ആളാന്ന്. ഓക്കെ, അത് ആരാണ് സാറേ അവൻ? അദ്വൈത് അല്ലേ? അദ്വയ, നീ മന്തി കഴിക്കും, അദ്വയ. ആ ഓക്കെ, ശരി. അടുത്ത നോക്കിയേ, വാട്ട് ഈസ് ഫാമിലി ബഡ്ജറ്റ്? എന്താണ് കുടുംബ ബഡ്ജറ്റ്? അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. ഇപ്പോൾ ഉദാഹരണം, എനിക്കൊരു മാസം 10,000 രൂപയാണ് വരുമാനം ഉള്ളതെങ്കിൽ ആ 10,000 രൂപയിൽ ഞാനൊരു 2,000 രൂപ വീട്ടിലേക്ക് വേണ്ട, മാസത്തിൽ 2,000 രൂപ തികയൂലട്ടോ മക്കളെ, അത് വേറെ കാര്യം, നമ്മളൊരു കണക്ക് പറയണേണ്. വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കും നമ്മൾ. അത് കഴിഞ്ഞിട്ടൊരു 2,000 രൂപ ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്യും ഫ്യൂച്ചറിലേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു 2,000 രൂപ ഞാൻ എന്തെങ്കിലും ട്രിപ്പോ ഫുഡോ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. പിന്നെ ബാക്കിയുണ്ടല്ലേ, ബാക്കി സേവിങ്സ് ഉണ്ട്. അപ്പോൾ എത്ര രൂപയായി? 6,000 രൂപയുള്ളൂ. ഇനി 4,000 രൂപയുണ്ട്. അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു 2,000 രൂപ കൂടി വേണമെങ്കിൽ സേവ് ചെയ്യാം അല്ലേ? 2,000 രൂപ കൂടി വേണമെങ്കിൽ സേവ് ചെയ്യാം. പിന്നെയും 2,000 ഉണ്ട്. എന്തെങ്കിലും ഫെസ്റ്റിവൽസോ കാര്യങ്ങളുടെയൊക്കെ സീസൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡ്രസ്സും സാധനങ്ങളൊക്കെ മേടിക്കാം, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഈ അല്ലെങ്കിൽ നമുക്ക് ബില്ലുകൾ കാര്യങ്ങളൊക്കെ വീട്ടിൽ സെറ്റിൽ ചെയ്യാം. നിങ്ങളുടെ എല്ലാവരും വീട്ടിൽ ഇതേപോലെ കൃത്യമായിട്ട് അച്ഛനും അമ്മയും കൂടി ഒരു പ്ലാനിങ് ഉണ്ടാവും അല്ലേ? പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മാസം സാലറി കിട്ടുമ്പോൾ തന്നെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ പറയും, ഇത് ആ ബില്ലിലേക്ക് അടച്ചോട്ടോ, അല്ലെങ്കിൽ ഇത് ഇന്ന സ്ഥലത്തേക്ക് കൊടുത്തോട്ടോ, അല്ലെങ്കിൽ ഇത് അങ്ങനെ ചെയ്തോട്ടോ, ഇത് ഇങ്ങനെ ചെയ്തോട്ടോ, ബാക്കി ഇത്ര രൂപയുണ്ട് കേട്ടോ, അങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മക്കളെ? കേട്ടിട്ടുണ്ടോ? ചിട്ടിയിലോട്ട് അടച്ചോളൂ. അങ്ങനെ അവർ കൃത്യമായ രീതിയിൽ ഒരു പ്ലാൻ അവർക്ക് ഉണ്ടാവും അല്ലേ? ഇതിന് നമുക്ക് എന്ത് വിളിക്കാം? ഫാമിലി ബഡ്ജറ്റ് എന്ന് വിളിക്കാം. എന്താണ്? ഫാമിലി ബഡ്ജറ്റ് എന്ന് വിളിക്കാം. ക്ലിയർ ആണോടാ പറഞ്ഞ കാര്യം? യെസ്. അപ്പൊ നോക്കിക്കോ, ഫാമിലി ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആക്ച്വലി എന്താണ്? ഇറ്റ്സ് എ ഫിനാൻഷ്യൽ പ്ലാൻ. നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. എനിക്ക് ഇത്ര രൂപയേ വരുമാനമുള്ളൂ. എത്ര രൂപ? എനിക്ക് 10,000 രൂപയേ വരുമാനമുള്ളൂ. ഈ 10,000 രൂപ ഉപയോഗിച്ച് വേണം എൻ്റെ വീട്ടിൽ എന്തൊക്കെയോ എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടോ അതെല്ലാം ഞാൻ എന്ത് ചെയ്യേണ്ടത്? ആ എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം ഞാൻ ചെയ്യേണ്ടത് അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു 10,000 രൂപ വരുമാനമുണ്ട്, നിങ്ങൾ 50,000 രൂപ ബഡ്ജറ്റ് ചെയ്ത് വെച്ചാൽ ശരിയാവോ? അത്രയും വരുമാനം നിങ്ങൾക്ക് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താ പറയുന്നേ? ഫാമിലി പ്രിപ്പയർ ദ
പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ ദി എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. നമുക്ക് എത്രയാണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നമ്മുടെ കുടുംബത്തിന്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തിയാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? കുടുംബ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. എ ഫാമിലി ബഡ്ജറ്റ് ദാറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ഓൺ ഈ ഫാമിലി ബഡ്ജറ്റ് നമുക്ക് മന്ത്ലി മാസം തോറോ അല്ലെങ്കിൽ ആനുവൽ ബേസിസിൽ വർഷം തോറോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? തയ്യാറാക്കാം. ഇറ്റ് മേ വിൽ ഡിഫർ അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ഇൻകം ആൻഡ് നീഡ്സ് ഓഫ് ദ ഫാമിലി. ഇത് എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഫാമിലിയുടെ വലുപ്പവും വരുമാനവും ആവശ്യങ്ങളൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ രണ്ടുപേരെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടുപേരുടെയും ഫാമിലിയുടെ ആവശ്യങ്ങളും അല്ലെങ്കിൽ വരുമാനവും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിരിക്കില്ലേ? എല്ലാവരുടെയും സെയിം ആയിരിക്കോ? അല്ല. ഞാനിപ്പോ ഋതികേനെയും അല്ലെങ്കിൽ കാശിനാഥിനെയും കൂടി വിളിച്ചു കഴിഞ്ഞാൽ കാശിനാഥിന്റെ വീട്ടിൽ വേറെ രീതിയിലായിരിക്കും, അതേപോലെ തന്നെ ആയിരിക്കും ഋതികയുടെ വീട്ടില് അല്ലെങ്കിൽ ഗായത്രിയുടെ വീട്ടില്. ഇത് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? യെസ്. അപ്പൊ അതാണ് പറയുന്നത്, നമ്മുടെ ഫാമിലി ഇൻകം അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കും? നമ്മുടെ ഫേമിന്റെ സൈസും ഇൻകം അതേപോലെ നീഡ്സും നമ്മുടെ ആവശ്യങ്ങളൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഓക്കെ ആണോ പറഞ്ഞത്? യെസ്. അപ്പൊ അത്ര ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ മക്കളെ, കേൾക്കുന്നുണ്ടോ പറയുന്ന കാര്യങ്ങൾ? ഗോപി മിസ്സിൻ്റെ വോയിസ് മാറിയതാണ് അല്ലേ? കണ്ട, മിസ് സംസാരിക്കുന്നുണ്ട്, വോയിസ് എന്ന് വേറെയാണ് അല്ലേ? ഗൗരി ലക്ഷ്മി ആ ഡബിങ് ആണെന്ന് പറയുന്നത്. ഓക്കെ, മിമിക്രിയാണ് കേട്ടോ. കൃഷ്ണേന്ദു ചായ പിടിച്ച് കഴിഞ്ഞാൽ തിന്നുണ്ടല്ലോ. ഓക്കെ എടാ, ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. സാറ് റൈസ് ആൻഡ് എന്താണ്? ഫാമിലി ഇൻകം. ഓക്കെ. ശരി. അതൊന്നും പറഞ്ഞിട്ടില്ല. അവസാനം ടാക്സ്, ഇൻകം ടാക്സ് വരുന്നുണ്ടല്ലോ വീട്ടിലേക്ക്. പിള്ളേർ പാരൻസിൻ്റെ ഇൻകം ഒക്കെ എന്തെങ്കിലും കൂട്ടി പറഞ്ഞ പണി. ഓ അടിപൊളി, കലക്കി. ഓക്കെ, എന്നാലും അവന് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അല്ലേ? ടാക്സ് അടയ്ക്കുന്നുള്ള ആഗ്രഹമുണ്ട്. അടിപൊളി കേട്ടോ മക്കളെ. ഞാനേ വന്നത് ഒരു കാര്യം പറയാനാണ്. നിങ്ങൾ സിനിമ കാണാൻ പോകാറുണ്ടോ? തിയേറ്ററിലൊക്കെ സിനിമ കാണാൻ പോയിട്ടുണ്ടോ? എന്നെ കൈവീശിയാണ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ സിനിമയ്ക്ക് കയറി കഴിഞ്ഞാൽ സിനിമ തുടങ്ങി പിന്നെ നമുക്കൊരു ഇൻ്റർവെൽ കിട്ടും ഇല്ലേ? ബ്രേക്ക് കിട്ടാറുണ്ടോ? അത് കഴിഞ്ഞാൽ ബ്രേക്ക് കഴിഞ്ഞാൽ വീണ്ടും സിനിമ തുടങ്ങും, പിന്നെ സിനിമ അവസാനിക്കും. ശരിയല്ലേ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒരു സിനിമ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ടോയ്ലറ്റിലേക്കോ അല്ലെങ്കിൽ ബാത്റൂമിലേക്കോ പോകാറുണ്ടോ? നിങ്ങൾ ഉണ്ടോ? ആരെങ്കിലും പോകാറുണ്ടോ? ഉണ്ടോടാ അദ്വൈത? ഉണ്ടെങ്കിൽ നമ്മൾ കാണിച്ചാൽ നല്ല അടിപൊളി സിനിമയാണ്. ഇപ്പോൾ സർവമായ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് തോന്നുകയാണ് ടോയ്ലറ്റ് പോകണമല്ലോ, പക്ഷെ ശരിയാവില്ല. എന്താണ്? ആ സമയത്ത് പോയി കഴിഞ്ഞാൽ സിനിമയിൽ എന്തെങ്കിലും സീൻ മിസ്സായാലോ എന്ന് കരുതി നമ്മൾ പോകാണ്ടിരിക്കും. ശരിയല്ലേ? എന്നിട്ട് ബ്രേക്കിനല്ലേ പോകുള്ളൂ മക്കളെ. അങ്ങനെയാണെങ്കിൽ കൈവീശിയാണ് വെച്ചാൽ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ ആയിക്കോട്ടെ. അതുതന്നെ സർവമായ ഇപ്പോൾ സൂപ്പർ ഹിറ്റായിട്ടുള്ള സോഷ്യലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അല്ലേ? ഓക്കെ, ആ ഫാമിലി ഇൻകം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും നേരം ഇരിക്കേണ്ട ആവശ്യം വരില്ല. നമുക്കിപ്പോൾ ഒരു 6:30 ക്ലാസ് തുടങ്ങിയാൽ ഒരു 7:15, 7:20 ഏകദേശം 1 മണിക്കൂർ ആകുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക് തരും. ശരിയല്ലേ പറഞ്ഞത്? അപ്പോൾ ബ്രേക്കിന് ടോയ്ലറ്റിൽ പോയാൽ പോരെ മക്കളെ? വാഷ്റൂമിലേക്ക് ആ സമയത്ത് പോയാൽ പോരെ? കറക്റ്റ്. അതാരാണ്? കൃഷ്ണ MR കലക്കിയുണ്ടല്ലേ? കയറിയേക്കല്ലോ. അയ്യോ മിസ് പോയി. ഓക്കെ ആണോ? ഒന്ന് കൈ വീശാൻ. കാരണം വേറെ ഒന്നുമല്ല സാറേ, ഈ വോയിസ് കുറേ പേർക്ക് എന്നെ പരിചയമുണ്ടാവും, കുറച്ച് പേർക്ക് അറിയില്ല. പറയാത്തവർക്ക് വേണ്ടി ഞാൻ സ്ക്രീനിൽ വന്നതാണ് കേട്ടോ. പറഞ്ഞ കാര്യം ശരിയല്ലേ? അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേ ഉള്ളൂ. 6:30 ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ 7:20 അല്ലെങ്കിൽ 7:15 ആകുമ്പോൾ ടീച്ചർ അല്ലെങ്കിൽ ആരാണോ പഠിപ്പിക്കുന്നത് ആൾ ബ്രേക്ക് തരും. ആ സമയത്ത് മാത്രം എന്ത് ചെയ്താൽ മതി? വാഷ്റൂമിൽ പോയാൽ മതി കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ ഇവർ ചോദിക്കേണ്ട. അതേപോലെ തന്നെ ബ്രേക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെയും എന്ത് പറയും? സാറേ പോയിക്കോട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇനി വിടില്ല. അതേപോലെ ഫുഡ് അല്ലേ മിസ്സേ? ഫുഡിൻ്റെ കേസ് അങ്ങനെ തന്നെയാണ്. 10 മിനിറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ഫുഡ് കഴിച്ചോ കേട്ടോ. അല്ലെങ്കിൽ ആഫ്റ്റർ ദ ക്ലാസ് 8:30 ശേഷം കഴിക്കുക കേട്ടല്ലോ പറഞ്ഞത്. ആരാണ് സാറേ? സിനാൻ്റെ വായിലെന്തിരിക്കുന്ന ബിസ്ക്കറ്റാ? എന്താണത്? സിനാനെ ഞാൻ സ്പോട്ടിൽ കാണിക്കണം ബിസ്ക്കറ്റ് കഴിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാണ്, 6:30 ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ബ്രേക്കിന് മാത്രം എന്ത് ചെയ്താൽ മതി? വാഷ്റൂമിൽ പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കുകയാണെങ്കിൽ കഴിക്കുക. അത് കഴിഞ്ഞ് ബ്രേക്ക് കഴിഞ്ഞ് വന്നാൽ കൃത്യസമയത്ത് ക്ലാസ്സിൽ കയറാൻ വീഡിയോ ഓൺ ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം ചെയ്തോളൂ. അങ്ങനെയുള്ളവരും ഞാനിവിടെ സാറുമാർ പറയുന്നുണ്ട് പെർമിഷൻ തരൂലെന്ന്. പെർമിഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ആർക്കും പെർമിഷൻ തരില്ല. സാറേ ഞാൻ സർവമായ കാണുമ്പോൾ വാഷ്റൂമിൽ പോയി, അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് കഥയുടെ പ്രധാനപ്പെട്ട ഭാഗം മിസ്സായി പോയില്ലേ? അതേപോലെ തന്നെ ഇവിടെ കേട്ടോ.
ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ. ഇനി എന്തെങ്കിലും അസുഖമുള്ളവർ, ഐ മീൻ എന്തെങ്കിലും ഇഷ്യൂ, നിങ്ങൾക്ക് വയ്യ, പനിയാണ്, ചുമയാണ്, അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ എക്സ്ക്യൂസ് തരാം. ഓക്കെ, അല്ലാത്ത കേസുകളിൽ പോകണ്ട കേട്ടോ. സാറല്ലേ പറഞ്ഞ കാര്യം? സാർ അവൻ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണല്ലോ ആ സിനാനെ വേഗം അവസാനിപ്പിക്കും കേട്ടോ. വിളിക്കാം വില്ല. എന്തിനു സാറേ? വെള്ളം കുടിച്ചോ? അയ്യോ വെള്ളം കുടിച്ചോ കേട്ടോ. വെള്ളം അതൊരു കാര്യം. വെള്ളം കുടിക്കാനായിട്ട് ആവശ്യമുള്ള വെള്ളത്തിൻ്റെ കുപ്പി നിങ്ങളുടെ ടേബിളിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുക. അല്ലാതെ വെള്ളം കുടിക്കട്ടെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി അടുക്കളയിൽ പോയി വെള്ളം കുടിച്ച് ഉമ്മറത്ത് കൂടെ കറങ്ങി വീണ്ടും വരണ്ട കേട്ടോ. ആ പരിപാടി വേണ്ട കേട്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുടിക്കാൻ ആവശ്യമുള്ള വെള്ളത്തിൻ്റെ കുപ്പി കൊണ്ടുവയ്ക്കുക. അപ്പോൾ മിസ്സിൻ്റെ കുറച്ച് സമയം പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ ദിവസവും അങ്ങനെ മിസ്സ് കയറുന്ന സമയത്ത് ഞാൻ വരും. ഓക്കെ ശരി, അപ്പോൾ ടാറ്റാ. അപ്പോൾ മിസ്സ് കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? നമ്മളിപ്പോ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വിളിക്കുമ്പോ ഇങ്ങനെയൊക്കെ കുറച്ചുകൊണ്ടിരിക്കണൊക്കെ എന്ത് മോശമാണത്. അതെ, അത് നിങ്ങൾ ശരിക്കും നിങ്ങൾ ദോഷകരമായിട്ട് ബാധിക്കട്ടെ. ഇവിടെ ഇരുന്ന് ഇത്രയും സാറന്മാർ നിങ്ങൾ കുറയ്ക്കണേണ് കാണുന്നത്. അപ്പൊ ഇവർക്കാണ് അതിന്റെ പുണ്യമൊക്കെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആ പരിപാടി ഇനി വേണ്ടിട്ടോ. ബ്രേക്കിന് പോയി ഫുഡ് കഴിക്കുക. ഇഷ്ടത്തിനനുസരിച്ച് 10 മിനിറ്റോ 10 മിനിറ്റ് മുഴുവൻ ഫുഡ് കഴിച്ചോ, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ക്ലാസ് ടൈമിൽ ആരും ഫുഡ് കഴിക്കൊന്നും വേണ്ട. ഓക്കെ, യെസ്. നോക്കിക്കോട്ടെ, അപ്പൊ ഫാമിലി ബഡ്ജറ്റ് സെറ്റ് അല്ലേ? ഫാമിലി ബഡ്ജറ്റ് നമ്മുടെ സ്പേമിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ കുടുംബത്തിന്റെ സൈസും ഇൻകം നീഡ്സും ആവശ്യങ്ങളൊക്കെ അനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ നോക്കാം. ബൈ എൻഷുറിംഗ് ദാറ്റ് ദ സജഷൻസ് ഓഫ് ദ ഫാമിലി ബഡ്ജറ്റ് ആർ ഫോളോഡ് ഇൻ എ ഫിക്സഡ് ഇന്റർവെൽസ് ദ ഫാമിലി ക്യാൻ അറ്റൈൻ ഫിനാൻഷ്യൽ സേഫ്റ്റി ആൻഡ് വെൽഫെയർ. അപ്പൊ നമ്മുടെ ഈ ഫാമിലി ബഡ്ജറ്റ് അല്ലെങ്കിൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായം കാര്യങ്ങളെല്ലാം നമ്മൾ പരിഗണിച്ച് വേണം ഈ കുടുംബ ബഡ്ജറ്റ് തയ്യാറാക്കാൻ എന്ന് പറഞ്ഞു അല്ലേ? ബൈ എൻഷുറിംഗ് ദ സജഷൻസ് ഓഫ് ദ ഫാമിലി. നമ്മുടെ ഫാമിലിയിലെ എല്ലാ അംഗങ്ങളും കൃത്യമായിട്ട് അവരുടേതായ കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് നമ്മൾ ഈ ഫാമിലി ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ഇങ്ങനെ കൃത്യമായ ഇടവേളകളിൽ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ, നമ്മൾ കൃത്യമായിട്ട് ബഡ്ജറ്റിലെ കാര്യങ്ങളെല്ലാം പാലിക്കുന്നുണ്ട്, കൃത്യമായിട്ട് അത് ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രതയും ക്ഷേമവും കൈവരിക്കാൻ സാധിക്കും അല്ലെ? കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എന്താ സഹായിക്കുക? ഫാമിലി ക്യാൻ അറ്റൈൻ ഫിനാൻഷ്യൽ സേഫ്റ്റി. സാമ്പത്തികപരമായിട്ട് നമുക്കൊരു സുരക്ഷിതത്വം ഉണ്ടാവും. അതേപോലെ തന്നെ ക്ഷേമവും കൈവരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കിട്ടിയോ പറഞ്ഞ കാര്യം? അപ്പോൾ ഈ ഫാമിലി ബഡ്ജറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ പരമായ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനും അതേപോലെ തന്നെ വെൽഫെയർ ഒരു ക്ഷേമം കൊണ്ടുവരാനായിട്ടൊക്കെ സാധിക്കും എന്നുള്ളതാണ്. ഇതുവരെ ഓക്കെ ആണോ മക്കളെ? പറഞ്ഞ കാര്യങ്ങൾ സെറ്റ് ആണോ? യെസ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഫാമിലി ബഡ്ജറ്റിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരാളെ വിളിച്ച് ഒരു പോയിന്റ് ഫാമിലി ബഡ്ജറ്റ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് തരാം. ഓക്കെ, ഒരാളെ വിളിക്കാം. യെസ്, ഇവാനിയ. എന്താണ് ഇവാനിയക്ക് ഫാമിലി ബഡ്ജറ്റ് കൊണ്ട് മനസ്സിലായത്? അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തിനു സഹായിക്കും നമുക്ക്? നമുക്കത് തുടരാനും അതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണം എന്താ? എന്താണ്? ആര് പറയും? അതിലൂടെ നമുക്ക് കിട്ടുന്നൊരു ഗുണം, കൃത്യമായിട്ട് ബഡ്ജറ്റ് ഉണ്ടാക്കി ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് മാസം തോറും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മണി സേവ് ചെയ്യാൻ പറ്റും. ഓക്കെയാണ്. വേറെ 2 വേർഡ് ഞാനിവിടെ എടുത്തു പറഞ്ഞിരുന്നു. കീവേഡ്, ലാസ്റ്റ് പറഞ്ഞ 2 കീവേഡ്. ഫിനാൻഷ്യൽ. യെസ്, വിളിക്കാം. ഒരാളെ വിളിക്കാം. ഫെർമിൻ. എന്താണ് ഉറപ്പുവരുത്തുന്നത്? ഫിനാൻഷ്യൽ എന്താന്ന്? നമ്മൾ കൃത്യമായ ബഡ്ജറ്റ് ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് കാര്യങ്ങളാണ് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നത്? യെസ്, നമ്മുടെ ചാറ്റ് ബോക്സിൽ ആൻസേഴ്സ് വരുന്നുണ്ട്. എന്താണ് കൃത്യമായ ആൻസർ? കൃത്യമായ ഒരു ഫാമിലി ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താണ്? സേവ് ചെയ്യാൻ പറ്റും. അതൊന്ന് പറഞ്ഞു. വേറെ? അൺഎക്സ്പെക്ടഡ് എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മീറ്റ് ചെയ്യാൻ പറ്റും. ഇനി വേറൊരാള് നമ്മുടെ ആൻസറിലേക്ക് വരാനായിട്ട് വിളിക്കാം. നെക്സ്റ്റ് കൃഷ്ണേന്ദു. എന്താണ് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നത്? യെസ്, ഫിനാൻഷ്യൽ സേഫ്റ്റി അല്ലെ? സാമ്പത്തികപരമായ ഒരു സുരക്ഷയും ക്ഷേമവും നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. മോന് മനസ്സിലായോ പറഞ്ഞ കാര്യം? ഫിനാൻഷ്യൽ സേഫ്റ്റി ആൻഡ് വെൽഫെയർ ആട്ടോ നമ്മൾ ലാസ്റ്റ് വിളിച്ചത്. ഇവിടെ അല്ല, ഇപ്പുറം
ഫെർമിൻ കേട്ടോ, ഫിനാൻഷ്യൽ സേഫ്റ്റി ആൻഡ് വെൽഫെയർ ആണ് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്നത് കേട്ടോ. സാമ്പത്തികപരമായ ഭദ്രതയും അതേപോലെ തന്നെ ക്ഷേമവും കൈവരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ ആണോടോ പറഞ്ഞ കാര്യം? ഓക്കെ ആണോ? അടുത്തത്, ഹൗ ക്യാൻ വി റിഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഫാമിലി? എങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു കുടുംബത്തിന്റെ ചെലവുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ബ്രേക്ക് കയറാന്നല്ലേ, പിന്നെ ബ്രേക്ക് എന്നില്ലെങ്കിൽ പ്രശ്നമാവും. ഓക്കെ, അപ്പൊ ഒരു 10 minutes ബ്രേക്ക് എടുത്തിട്ട് കയറാം കേട്ടോ. ഓക്കെ, വെള്ളം കുടിക്കുക, ഫുഡ് കഴിക്കുക, വാഷ്റൂമിലൊക്കെ പോയിട്ട് വരാം കേട്ടോ. ഓക്കെ. ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. വീട്ടിൽ കൃഷി ചെയ്യുന്നവർ എല്ലാവരും ഇപ്പൊ കർഷകരായോ? ഒരു കർഷകരെ വിളിക്കാം, കർഷകിയെ വിളിക്കാം. ആർച്ച, എന്തൊക്കെ സാധനങ്ങളാണ് വീട്ടിൽ കൃഷി ചെയ്യുന്നത്? തൈ നട്ടിട്ട് കാര്യമില്ല, അതിൽ എന്തൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നു? ഉണ്ടായി തക്കാളി. തക്കാളി എന്റെ വീട്ടിലുണ്ട്. വേറെ? അച്ചിങ്ങ എന്റെ വീട്ടിലില്ല. ഓക്കെ, വേറെ? ബ്രിഞ്ചാളും ഉണ്ടായിരുന്നു, ഇപ്പില്ല. പിന്നെ മുളകൊന്നുമില്ലേ? മുളകൊന്നും കൃഷി ചെയ്യൂലേ? പിന്നെ വലിയ വലിയ തോട്ടമാണോ, പച്ചക്കറി തോട്ടമാണോ ഉള്ളത്? ഓക്കെ, ഇത്തിരിക്കോളം ഉള്ളൂ, പക്ഷെ അതിലെല്ലാരും ഉണ്ട് അല്ലേ? ഓക്കെ, ശരി. അപ്പൊ ഇങ്ങനെ സ്വന്തമായിട്ട് നമുക്ക് കൃഷി ചെയ്ത് കഴിക്കാം. പിന്നെ നോക്കിയടാ, യൂസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആൻഡ് ഫെയർ പ്രൈസ് സെയിൽസ് കൗണ്ടേഴ്സ് ടു മാക്സിമം എക്സ്റ്റെൻഡ് പോസിബിൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പൊതുവിതരണ സംവിധാനം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം? കണ്ടിട്ടില്ലേ പൊതുവിതരണ സംവിധാനം? അപ്പൊ എങ്ങനെയാണ് ന്യായവില വിൽപ്പന, അതേപോലെ തന്നെ ഫെയർ പ്രൈസ് അഥവാ ന്യായവില വിൽപ്പന കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ എന്താണ് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന് അല്ലേ? അതായത് എങ്ങനെയാണ് സൗജന്യമായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുകയോ അല്ലെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടിന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പോയി മേടിക്കണം എന്ന്. അതായത് അവിടെ പോയി തല്ലുണ്ടാക്കി അടിയുണ്ടാക്കി പോയിട്ട് മോശം പറയിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ മേടിക്കാം. ഓക്കെ, അത് വെറുതെ കിട്ടുന്നില്ലേ, ഞാൻ പോകുന്നില്ല, അങ്ങനെയല്ല. നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ നമുക്ക് പോയത് മേടിക്കാം എന്നുള്ളതാണ്. അങ്ങനെ പോയി മേടിച്ചിട്ടുണ്ടോ എന്തെങ്കിലും സാധനങ്ങൾ? യെസ് ഓർ നോ? ഉണ്ട്. ചോദിച്ചേ, എന്ത് സാധനങ്ങളാണ് അങ്ങനെ പോയി മേടിച്ചിട്ടുള്ളത്? നോക്കട്ടെ, വിളിക്കാം. നിവേദ എന്താ അങ്ങനെ പോയി മേടിച്ചിട്ടുള്ളേ? അൺമ്യൂട്ട് ചെയ്തോ? എന്താ പോയി മേടിച്ചിട്ടുള്ള? അങ്ങനെ ഒന്നും മേടിച്ചിട്ടില്ലേ? പിന്നെ നിന്റെ ആയിട്ട് വന്നേ ഫ്രീ ഫെയർ പ്രൈസസിനോ അല്ലെങ്കിൽ പൊതുവിതരണ കേന്ദ്രങ്ങളിലോ പോയി മേടിച്ചിട്ടുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുള്ളവർ മാത്രം. മക്കളെ ജെനുവിനായിട്ടൊരു കാര്യം ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ഉത്തരം പറയാം. പോയി മേടിച്ചിട്ടുള്ളവർ. ശിവഗംഗ എന്താ മേടിച്ചിട്ടുള്ളേ? ഏതാടാ? ഫുഡ് എന്ന് പറഞ്ഞാ എന്ത് ഫുഡ്? ബിസ്ക്കറ്റോ? ഇതേപോലെ കിട്ടുന്ന ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഓക്കെ, ശരി. എടാ, ഞാൻ പറഞ്ഞതേ നമ്മുടെ വീടിന്റെ അടുത്ത് ഇപ്പൊ വല്ല കോപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ, സഹകരണ സംഘങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? വർഷാവർഷം പൊടികളൊക്കെ വിതരണം ചെയ്യും. കേട്ടിട്ടുണ്ടോ? അരിപ്പൊടി, ഗോതമ്പ് പൊടി, അല്ലേ? ഇഡ്ഡലി മാവില്ലല്ലേ? ഇല്ല, ഇഡ്ഡലി മാവില്ല. പിന്നെ എന്താണ്? പുട്ടുപൊടി, ഗോതമ്പ് പൊടി, പിന്നെ ഇടിയപ്പപ്പൊടി, അപ്പം പൊടി, ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് പോയി മേടിക്കാം, കാരണം നമുക്ക് അർഹതപ്പെട്ടതല്ലേ, അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആയിട്ടുള്ള റേഷൻ കടകളിൽ പോകുന്നവരുണ്ടോ? അവിടെ നമുക്ക് കുറഞ്ഞ നിരക്കിൽ കിട്ടുന്ന ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ അരിയും സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാം. മണ്ണെണ്ണയൊക്കെ മേടിക്കാം. ഇപ്പൊ മണ്ണെണ്ണ അടുപ്പോ കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ മേടിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ചിലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ 4 പേരുണ്ടെന്ന് കരുതാം. ഈ 4 പേരും 4 വണ്ടിക്കാണ് പോണെങ്കിൽ ഡെയിലി 100 രൂപ പെട്രോൾ അടിക്കുമ്പോൾ എത്ര രൂപ ചിലവായി? 4 പേർക്ക് 400 രൂപ ചിലവായില്ലേ? ആയില്ലേ ഒരു ദിവസം? ഇനി ഒന്ന് ആലോചിക്കേ, ഈ 4 പേരും പോകുന്നത് ബസ്സിനാണെന്ന് കരുതാം. ഇവിടെ നിന്ന് അവിടെ വരെ ബസ്സിന് 10 രൂപ ഫെയർ, തിരിച്ചു വരാനായിട്ട് 10 രൂപ ഫെയർ. അപ്പൊ എത്രയായി? 20 രൂപ. 20 × 4 എത്രയാടാ?
4 × 2 8. 80 രൂപയിലേ വന്നുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അഥവാ പൊതുഗതാഗതം ഉപയോഗിക്കുക. പൊതുഗതാഗതം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നാളെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ഓരോരോ വണ്ടിക്ക് പോകണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ഒന്നില്ലെങ്കിൽ ബസ്സിന് പോവാ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു വണ്ടിക്ക് ഒരുമിച്ച് പോവാന്നുള്ളത് കേട്ടോ. അപ്പൊ കുറെയൊക്കെ കുറയ്ക്കാൻ പറ്റും. പിന്നെ സെറ്റ് സേവിങ്സ് ഗോൾ അല്ലേ, നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളൊക്കെ സജ്ജമാക്കി വെക്കുക, അല്ലെങ്കിൽ കൃത്യമായ സേവിങ് ഹാബിറ്റ്സ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ ആണോടാ പറഞ്ഞ കാര്യങ്ങള്? സെറ്റാണോ? അപ്പൊ ഈ പറഞ്ഞ രീതിയിലൊക്കെയാണ് നമുക്ക്, അതെ ഞാൻ സൈക്കിളിനാണ് പോകുന്നത്, സൈക്കിളിൽ പോകണ വളരെ നല്ലതാണ്. അതാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റും, നമുക്ക് നല്ല ആരോഗ്യത്തിനും വ്യായാമമൊക്കെയാണ് സൈക്കിൾ ഓട്ടുന്നത് അല്ലേ. അപ്പം അങ്ങനെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഈ പറയുന്ന രീതിയിലെല്ലാം നമുക്ക് ചിലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോടാ. ഇനി നോക്കിക്കേ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് എ ഫാമിലി ബഡ്ജറ്റ്? കുടുംബ ബഡ്ജറ്റിൻ കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ പറഞ്ഞു നേരത്തെ, മിസ്സേ ബഡ്ജറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് ഉണ്ട്, സേവിങ്സ് ആണെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ എന്താ പറഞ്ഞേ? സെക്യൂർ ആണ് എന്ന് പറഞ്ഞു അല്ലേ, സെക്യൂരിറ്റി ആണ്. അതേപോലെ തന്നെ അങ്ങനെ നമ്മൾ ഒരുപാട് പോയിന്റ്സ് പറഞ്ഞു. ഇതെല്ലാം കൂടാതെ നമ്മളിപ്പോൾ കുടുംബ ബഡ്ജറ്റ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? അല്ലെങ്കിൽ മുൻകൂട്ടി നമ്മളിങ്ങനെ ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലി ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് വെച്ചാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, നേട്ടങ്ങൾ? ഡെനിൽ, എന്തൊക്കെയാണ് ഡെനിലെ നേട്ടങ്ങൾ? എന്തൊക്കെയായിരിക്കും ബഡ്ജറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാലുള്ള ബെനിഫിറ്റ്സ്? നമുക്ക് വല്ല അത്യാവശ്യത്തിന് വരാണെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ ഹോസ്പിറ്റൽ കേസിന് യൂസ് ചെയ്യാം. അത്ര അറിയുള്ളൂ. ഓക്കെ, എന്നാൽ നമുക്ക് പറയാം, നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദ ഫാമിലി ബഡ്ജറ്റ് എന്നാണ്. ഫാമിലി ബഡ്ജറ്റ് അല്ലെങ്കിൽ കുടുംബ ബഡ്ജറ്റ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് അഥവാ ഗുണങ്ങൾ അഥവാ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒന്ന്, റെക്കഗ്നൈസിങ് ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഇൻകം അല്ലെ, നമുക്ക് പല 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 വിവിധ വരുമാന സ്രോതസ്സുകൾ ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു അല്ലെ. വിവിധ വരുമാന സ്രോതസ്സുകൾ ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു. അഡ്ജസ്റ്റിംഗ് ദ എക്സ്പെൻഡിച്ചർ ടു മാച്ച് ദ ഇൻകം, നമ്മുടെ ചെലവിനെ വരുമാനമനുസരിച്ച് ക്രമീകരിക്കാൻ സാധിക്കും. നമുക്ക് എത്ര വരുമാനമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ചെലവും സെറ്റ് ചെയ്യാം. നമുക്ക് വരുമാനം ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ചെലവ് വെച്ച് കഴിഞ്ഞാൽ കടം വരൂലേ, ബാധ്യതയാവൂലേ, പ്രശ്നങ്ങളാവൂലേ. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ചെലവുകളെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു. മോഡറേറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് പ്രാക്ടീസ്ഡ്, ഒരു മിതവ്യയശീലം, അതായത് ഒരു എക്സ്പെൻഡിച്ചർ നമ്മുടെ ചെലവ് കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മിതമായ രീതിയിൽ എന്ത് ചെയ്യാം? കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. കിട്ടിയോളാ പറഞ്ഞ കാര്യം? ഓക്കെ ആണോ മക്കളെ? യെസ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ബഡ്ജറ്റ് കൊണ്ടുള്ള ഗുണങ്ങൾ വരുന്നത് കേട്ടോ. ഇനി അടുത്ത ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ? എന്താണ് പൊതുചെലവുകൾ? ഉത്തരം അറിയുന്നവർക്ക് വേവ് ചെയ്യാം. എന്തായിരിക്കും പൊതുചെലവുകൾ? ഇപ്പൊ നമ്മൾ ഫാമിലി എക്സ്പെൻഡിച്ചർ എന്താന്ന് പറഞ്ഞു അല്ലെ, നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഫാമിലി എക്സ്പെൻഡിച്ചർ എന്താന്ന് പറഞ്ഞു. എന്നാൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണ്? തുളസി പറഞ്ഞോ. LPG എന്താ ചോദിച്ചേ? LPGയുടെ വില കൂടുന്നത് ഒരു അങ്ങനെയല്ല ചോദിച്ചത്. നമ്മളിപ്പോ ഫാമിലി എക്സ്പെൻഡിച്ചർ എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു നമ്മുടെ വീട്ടിൽ വരുന്ന ഓരോരോ ചെലവുകൾ നമ്മൾ അതിന് ഉദാഹരണം പറഞ്ഞു അല്ലെ. നമ്മുടെ വീട്ടിൽ വരുന്ന കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, ഗ്യാസ്, ഇതൊക്കെ നമുക്ക് എക്സ്പെൻസ് പറയാം. അങ്ങനെയാണെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ കുറച്ച് ഉദാഹരണം പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? നാഷണൽ ഹൈവേ ഒരു ചെലവാണല്ലേ, കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. നാഷണൽ ഹൈവേ വന്നാലേ നമുക്ക് 4 വരി പാതയിൽ പറക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് അവിടെ വരെ പോവണ്ടേ അടിപൊളിയായിട്ട്? വേണ്ടേ? വേഗം എത്തണ്ടേ? ഇങ്ങനെ ബ്ലോക്കി കിടന്നാ മതിയോ? അല്ല, നമുക്ക് നോക്കാം. യെസ്, നോക്കിക്കേ മക്കളെ. പബ്ലിക് എക്സ്പെൻഡിച്ചർ ഈസ് ദ എമൗണ്ട് സ്പെൻഡ് ബൈ ദ ഗവൺമെന്റ്. നമ്മൾ ഫാമിലി എക്സ്പെൻഡിച്ചറിൽ ശ്രദ്ധിച്ചിരിക്കുക, ഫാമിലി അഥവാ കുടുംബ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ചെലവില് ഏറ്റവും അധികം ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസ് സ്പെൻഡ് ചെയ്യുന്നത് ആരായിരുന്നു? ഫാമിലി ആയിരുന്നു അല്ലേ. നമ്മുടെ വീട്ടിലുള്ള ഫാമിലിയാണ് ചെലവ് വഹിക്കുന്നത്. ഇവിടെ ആരാണെന്നാ പറയുന്നത്? എക്സ്പെൻസ് ദ എമൗണ്ട് സ്പെൻഡ് ബൈ ദ ഗവൺമെന്റ്. ആരാണ്? സർക്കാരാണ് ഇവിടെ ഫണ്ട് അനുവദിക്കുന്നത്. ഗവൺമെന്റ് ഫോർ ദ ഡെവലപ്മെന്റ് ആൻഡ് നോൺ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്. എന്തിനു വേണ്ടിയിട്ടാണ്? വികസന പ്രവർത്തനങ്ങൾ ഉണ്ടല്ലേ. ഇപ്പൊ നേരത്തെ മോള് പറഞ്ഞ പോലെ, തുളസി പറഞ്ഞ പോലെ, നാഷണൽ ഹൈവേ എന്ന് പറയുന്ന ഒരു ഡെവലപ്മെന്റൽ ആക്ടിവിറ്റി ആണല്ലേ. ഹൈവേ വരുന്നത് ഒരു വികസന പ്രവർത്തനം അല്ലേ.
അല്ലേ? എന്നാൽ നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റൂടാ, ചില വികസനങ്ങളൊക്കെ ഒന്നും നടക്കൂല, ബിൽഡിംഗ് പൊളിച്ച് അല്ലെങ്കിൽ പകുതി വരെ പണത്തൊക്കെ ഇട്ടിട്ടുണ്ടാവും അല്ലേ? അതേപോലെ തന്നെ നോൺ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസും എന്താ പറയുന്നത്, ധനമാണ് പൊതുചെലവുകൾ. എന്താണ്? വികസനേതര ചെലവുകളും വികസനേതര പ്രവർത്തനങ്ങൾക്കായിട്ടും നമ്മൾ മാറ്റിവെക്കുന്ന ഫണ്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം അല്ലെ? ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ആസ് ദ ഗവൺമെന്റ് എക്സ്പാൻഡ്സ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. ഗവൺമെന്റ് സർക്കാർ അവരുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വിപുലമാക്കി വരുമ്പോൾ ചെലവുകൾ എന്ത് ചെയ്യും? വർദ്ധിക്കും. ഇപ്പൊ മോള് തുളസി പറഞ്ഞ നല്ലൊരു പോയിന്റ് ആണല്ലേ മിസ്സേ, ഹൈവേ ഒക്കെ വരുന്നത് ഒരു ചെലവല്ലേ ശരിക്കും? ഹൈവേ ഇങ്ങനെ വലുതായി വരുന്നതോറും ചെലവാണ്. പക്ഷെ നമുക്ക് അതും കൂടെ ഒരു ഗുണവും കൂടി ഉണ്ടല്ലേ, 4 വരിപ്പാതയിലൊക്കെ വേഗം പോകാൻ പറ്റും അല്ലേ? അപ്പോൾ ഇതാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ നമുക്ക് എമൗണ്ട് സ്പെൻഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ ഡെവലപ്മെന്റൽ ആൻഡ് നോൺ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്. സർക്കാർ വികസന പ്രവർത്തനങ്ങൾക്കും വികസനേതര പ്രവർത്തനങ്ങൾക്കായിട്ട് ചെലവാക്കുന്ന തുകയെ നമുക്ക് എന്ത് വിളിക്കാം? പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം അല്ലേ? എങ്കിൽ ഞാൻ എന്താ നിങ്ങൾക്ക് കുറച്ചൊരു ആക്ടിവിറ്റീസ് ഒക്കെ തരും, അവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞ സാധനം കിട്ടിയോ? ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസും നോൺ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസും മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. വികസന പ്രവർത്തനങ്ങളും വികസനേതര പ്രവർത്തനങ്ങൾക്കായിട്ടും ചെലവാക്കുന്ന, സർക്കാർ ചെലവഴിക്കുന്ന ഫണ്ട്, ധനമാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇവിടെ ആരാ സ്പെൻഡ് ചെയ്യുന്നേ? ഗവൺമെന്റ് ആണ് കേട്ടോ. ഫാമിലി എക്സ്പെൻഡിച്ചർ ആരാ സ്പെൻഡ് ചെയ്തിരുന്നേ? ഫാമിലി ആണ് സ്പെൻഡ് ചെയ്തിരുന്നത് അല്ലേ? നോക്കിക്കടാ, വാട്ട് ആർ ദ അതർ ആക്ടിവിറ്റീസ് ഡസ് ദ ഗവൺമെന്റ് സ്പെൻഡ് മണി ഓൺ? എന്തെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ ധനം ചെലവഴിക്കുന്നത്? എന്തെല്ലാം പ്രവർത്തനങ്ങൾക്കായിട്ടാണ് സർക്കാർ പണം ചെലവാക്കുന്നത്? എന്തെല്ലാം പ്രവർത്തനങ്ങൾക്കായിരിക്കും? ഇഷ്ടം പോലെ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഫണ്ട് ചെലവാക്കുന്നുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? നമുക്ക് വിളിക്കാം. ഉത്തരം അറിയുന്നവരെല്ലാവരും വേഗം. ജൂലിയറ്റ് അൺമ്യൂട്ട് ചെയ്തോ. എന്തെല്ലാം ആവശ്യങ്ങൾക്കായിരിക്കും സർക്കാർ ഫണ്ട് ചെലവാക്കുന്നത്? സാലറി. എംപ്ലോയീസിന് സാലറി കൊടുക്കണം. മിടുക്കി. വെരി ഗുഡ്. പിന്നെ നോക്കി പറയല്ലേട്ടാ. ആശുപത്രിയുടെ ഡെവലപ്മെന്റിന് പുതിയ മെഷീൻസും എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന്. പിന്നെ മതി അത്രയും മതി, 2 നോക്കിയത് മതി. അടുത്തൊരാൾ വിളിക്കാം നമുക്ക്. ജോസ്വിനെ എന്തൊക്കെയാണ്? റോഡ് പണി. ശരി, റോഡ് പണിക്ക് ഫണ്ട് ചെലവാക്കുന്നുണ്ട്. പിന്നെന്താടാ? അല്ല, റോഡ് പണിക്ക് മാത്രമേ അവന്റെ അറിവിൽ ഫണ്ട് ചെലവാക്കുന്നുള്ളൂ സർക്കാർ. പിന്നെ അതിങ്ങനെ നമ്മൾ എവിടെ പോകുമ്പോൾ ഈ ഹൈവേ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് എങ്ങനെ തിരിഞ്ഞാലും ഹൈവേ ആണല്ലോ ചുറ്റും, അതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ. ഇനി വേറൊരാള്. ഫാദിയ, എന്തെല്ലാമാണ് സർക്കാരിന് വരുന്ന ചെലവുകൾ? എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് പണം സ്പെൻഡ് ചെയ്യുന്നത്? അൺമ്യൂട്ട് ആയല്ലോ. ഇനിയൊക്കെയല്ലേ? എടാ, ഒരു തവണ ക്ലിക്ക് ചെയ്താൽ മതി. അടുപ്പിച്ചടുപ്പിച്ച് എന്തിനിങ്ങനെ ക്ലിക്ക് ചെയ്യണേ? നിങ്ങളിതാ 1 വർഷം കഴിയാറായി ക്ലാസ് തുടങ്ങിയിട്ട്, ഇതുവരെ അൺമ്യൂട്ട് ചെയ്യാൻ പഠിച്ചില്ല. ഇപ്പൊ വീഡിയോ ഓഫ് ചെയ്താ വാച്ച് ചെയ്യുന്ന സാർ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഫാദിയ നെക്സ്റ്റ്. യെസ് പറഞ്ഞോ. ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്യോട്ടോ. നെക്സ്റ്റ് അടുത്ത ആൾ വിളിക്കും. വാച്ച് ചെയ്യുന്ന സാർ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഫാദിയ മ്യൂട്ട് അൺമ്യൂട്ട് ഓപ്ഷൻ ഇങ്ങനെ മാറി കളിക്കാണ്. റെഡി ആകാം കേട്ടോ. ഓക്കെ. അദ്വയ. ഓക്കെ, അദ്വയ. രാജാവാ? ശരി. പറഞ്ഞോ. പെൻഷൻ കൊടുക്കണം, സാലറി കൊടുക്കണം, ഹോസ്പിറ്റല്, പിന്നെ സ്കൂൾ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസിനായിട്ട് കൊടുക്കുന്നു. പിന്നെ അങ്ങനെ ഒരുപാടുണ്ടല്ലേ. നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ പറയാൻ പോവാണ്. സാലറി, ശമ്പളം വേണ്ടേ? കൺസ്ട്രക്ഷൻ ഓഫ് ഹോസ്പിറ്റൽസ്, ആശുപത്രികളുടെ നിർമ്മാണം അല്ലേ? ഇനി ഇൻട്രസ്റ്റ്, പലിശ, ദെൻ സോഷ്യൽ വെൽഫെയർ സ്കീംസ്, സാമൂഹിക സുരക്ഷാ പദ്ധതികളൊക്കെ ഇല്ലേടാ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഓരോ സുരക്ഷാ പദ്ധതികളൊക്കെ അതിന് വേണ്ടി വരുന്നില്ലേ? ദെൻ എക്സ്പെൻസസ് ഫോർ ഡിഫൻസ്, പ്രതിരോധ ചെലവുകൾ. പെട്ടെന്നൊരു യുദ്ധ അറ്റാക്ക് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഒരു ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് അല്ലേ? റോഡ് നിർമ്മാണം മുഖ്യം ബിഗില്, എവിടെ പോയാലും റോഡ് നിർമ്മാണം അല്ലേ? അപ്പൊ ഇങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സർക്കാർ? ഫണ്ട് ചെലവാക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, കിട്ടിയോ മക്കളെ? ഇത്രയും കാര്യങ്ങള് സെറ്റ് ആണോ പറഞ്ഞത്? ഓക്കെ ആണെങ്കിൽ ഒന്ന് തംസ് കാണിച്ചേ. എല്ലാവരും. എനിക്ക് ചാടി എഴുന്നേറ്റേക്കും കുറച്ചു നേരമായി നമ്മൾ ഇരിക്കണേ അല്ലേ?
കുറച്ച് നേരമായി നമ്മൾ ഇരിക്കണു. അപ്പോൾ എഴുന്നേക്കാം കേട്ടോ വേഗം. ഓക്കെ, എഴുന്നേറ്റോ? എല്ലാവരും എഴുന്നേറ്റോ? നമ്മളിപ്പോൾ ഒരു എക്സസൈസ് ഞാനിപ്പോൾ പറയും, കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. ഡൺ. ഞാൻ എന്താണോ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. ടാസ്ക് ആണേ, കൃത്യമായിട്ട് ചെയ്യണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ഒരാള് എഴുന്ന് കഴിഞ്ഞാൽ ചെയ്യിപ്പിക്കില്ല കേട്ടോ, ടാസ്ക് ചെയ്യിപ്പിക്കില്ല കേട്ടോ. അപ്പം ഞാൻ 1 2 3 പറയുമ്പോഴേക്കും എല്ലാവരും എഴുന്നേക്കണം. ആരെങ്കിലും ഒരാൾ ഇരിക്കണുണ്ട് കഴിഞ്ഞാൽ നോർമൽ വാമപ്പ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ റെഡി? 1 ഓൾ സ്റ്റാൻഡപ്പ്. എല്ലാവരും എഴുന്നേക്കാം. ആദ്യം എല്ലാവരും എഴുന്നേക്കാം. എഴുന്നേക്കാത്തവന്മാരൊക്കെ പിടിച്ചോട്ടെ സാറേ. ഓൾ സ്റ്റാൻഡപ്പ്. എല്ലാവരും എഴുന്നേറ്റേ. ഫസ്റ്റ് വൺ ആരാണ്? ഇവിടെ ബോയ് അല്ല, തേർഡ് റോയില് ലാസ്റ്റ് വൺ. അതിനപ്പുറം പിങ്ക് അതിന് മുകളില് ആദിത്യ. എന്താ എഴുന്നേക്കാതെ? വയ്യ. ഓക്കെ, യെസ്. ബാക്കി എല്ലാവരും എഴുന്നേറ്റല്ലോ. ഏറ്റവും താഴെ എഴുന്നേൽക്കണം. ഓക്കെ, എടാ അപ്പൊ എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കുക കേട്ടോ. ആരും ഇങ്ങനെ ചാരും ഒന്നും വേണ്ട, ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കുക. ഓക്കെ, എടാ ഞാൻ എന്താണോ പറയുന്നത് അതിന് ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. റെഡി? ഞാൻ എന്താണോ പറയേണ്ടത് അതിന് ഓപ്പോസിറ്റ് ചെയ്യണം. ആദ്യം നിവർന്ന് നിന്നേ. ആദ്യം അല്ല, ഇപ്പൊ നമ്മൾ കളിച്ചു തുടങ്ങിയില്ല. അപ്പൊ വളയല്ലേ, ആദ്യം ശരിക്കും നിൽക്ക്, നിവർന്ന് നിൽക്ക്. ഇനി എടാ വളയല്ലേ, ഇത് ഗെയിം അല്ല, സ്റ്റാർട്ട് ചെയ്യാൻ പറയും. ഓക്കെ, ഇപ്പൊ ആദ്യം നിവർന്ന് നിൽക്ക്. ഓക്കെ, നിന്നില്ലേ? ഒരു ഡീപ് ബ്രീത്ത് എടുത്തോ. ഡീപ് ബ്രീത്ത്. റിലാക്സ് ചെയ്തോ. ഓക്കെ, ഇനി നമ്മൾ തുടങ്ങാൻ പോവാണേ. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഹാൻഡ്സ് അപ്പ്. ഓക്കെ, ഇരുന്നോ കേട്ടോ. ഹാൻഡ്സ് അപ്പ് കാണിച്ചവരെല്ലാവരും ഇരുന്നോ. ഞാൻ പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ചെയ്യണം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ കൈ ഉയർത്തരുത്. അടുത്തത് സിറ്റ് ഡൗൺ. ഓക്കെ, സ്റ്റാൻഡ് അപ്പ്. ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് ഡൗൺ. Clap your hands. Stand up. Sit down. Hands down. പോയി. ഇരിക്കി. ഇപ്പൊ എല്ലാവരും കുറെ പേരൊക്കെ ഹാൻഡ്സ് ഡൗൺ ചെയ്തു കേട്ടോ. ഹാൻഡ്സ് അപ്പ് തന്നെയല്ലേ? മതി. ഓക്കെ, റിലാക്സ്. ഓക്കെ, മതി. ഇപ്പൊ എനർജി ഒക്കെ ഒന്ന്. എടാ കളി കഴിഞ്ഞു, സ്റ്റോപ്പ് ചെയ്തു. എല്ലാവരും ഇരിക്കൂ. ഇപ്പൊ ഇവര് കരുതും ഞാൻ നിൽക്കാൻ പറയണേന്ന്. എടാ ഓൾ സിറ്റ് ഡൗൺ. ശരിക്കും ഇരിക്കി മക്കളെ. ഗെയിം എൻഡ്. കളി കഴിഞ്ഞതായി ഇവിടെ പ്രഖ്യാപിക്കുന്നു. എല്ലാവരും ഇരുന്നേടാ. വിൻ ചെയ്തവരൊക്കെ നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ഓക്കെ, യെസ്. ഓക്കെ, എടാ അപ്പൊ അടുത്ത ടോപ്പിക്കിലേക്ക് ഞാൻ പോവാണ്. വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ? അടുത്ത സ്ലൈഡ് വന്നപ്പോഴാണ് വിശ്വാസം ചെയ്ത്. അതുവരെ നിൽക്കണം എല്ലാവരും. ഓക്കെ, ശരി, നോക്കണം. പൊതു ചെലവുകളെ എത്ര തരങ്ങളായിട്ട് നമുക്ക് തിരിക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എത്രയായിട്ട് തിരിക്കാം? നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും എന്താണ്? വികസന ചെലവുകൾ. അതേപോലെ തന്നെ നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ അല്ലേ? നമ്മൾ പറഞ്ഞു വികസനേതര ചെലവുകൾ എന്നും നമുക്ക് 2 ആയിട്ട് തിരിക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് നോക്കിയാടാ, എന്താണ് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? Expenditures directly related to economic and social development. എന്താണ്? ഇക്കണോമിക് നോക്ക, സാമ്പത്തികമായും സാമൂഹികവുമായ വികസനവുമായി നേരിട്ട് ബന്ധമുള്ളതിനെ എല്ലാം നമുക്ക് എന്ത് വിളിക്കാം? ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ അഥവാ വികസന ചെലവുകൾ എന്ന് വിളിക്കുക അല്ലെ? നോക്കിക്കേ, they contribute generally to the economic growth of a country. ഒരു രാജ്യത്തിന്റെ ഉൽപാദനത്തെയും എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി ബൈ സ്റ്റിമുലേറ്റിംഗ് ഇറ്റ്സ് റിയൽ എക്കണോമിക് കണ്ടീഷൻ ആൻഡ് പ്രൊഡക്ഷൻ. എന്താ പറയുന്നത്? ഒരു രാജ്യത്തിന്റെ ഉൽപാദനത്തെയും യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയെയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നതിനാൽ ഇവ ഉൽപാദന ചെലവുകൾ എന്നും അറിയപ്പെടുന്നു. കണ്ടോ, ഇവ എന്തിനാ സഹായിക്കുന്നത്? ഒരു രാജ്യത്തിന്റെ ഉൽപാദനം, പ്രൊഡക്ഷനും അതേപോലെ തന്നെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയ്ക്കും സഹായിക്കുന്നതുകൊണ്ട് ഇവ എന്തായിട്ട് നമുക്ക് വിളിക്കാം? ഉൽപാദന ചെലവുകൾ എന്ന് അറിയപ്പെടുന്നു. കിട്ടിയോ? സെറ്റാണോ?
ഇനി ദ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ഫോർ, അപ്പൊ നിങ്ങൾക്ക് തോന്നും പൊതുവെ എന്താണ് ഈ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ അഥവാ വികസന ചെലവുകൾ എന്തൊക്കെയാണെന്ന്. കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, റോഡ് നിർമ്മാണം, പാലം, ബ്രിഡ്ജസ് നിർമ്മാണം, അതേപോലെ തന്നെ ഹാർബേഴ്സ്, തുറമുഖ നിർമ്മാണം, അതേപോലെ തന്നെ പുതിയ എന്റർപ്രൈസ്, ടു സ്റ്റാർട്ട് എ ന്യൂ എന്റർപ്രൈസ്, പുതിയൊരു വ്യവസായം തുടങ്ങണം അല്ലെങ്കിൽ ഒരു പുതിയൊരു സംരംഭം തുടങ്ങുക, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക, ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഉദാഹരണങ്ങളാണ്. ഈ ഉദാഹരണങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചേഴ്സിന്റെ ഉദാഹരണങ്ങൾ? എന്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ. കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, ബ്രിഡ്ജസ്, ഹാർബേഴ്സ് അല്ലേ? റോഡ്സിന്റെ, ബ്രിഡ്ജസിന്റെ, ഹാർബേഴ്സ്, തുറമുഖങ്ങളുടെ നിർമ്മാണം, ടു സ്റ്റാർട്ട് എ ന്യൂ എന്റർപ്രൈസസ്, പുതിയ സംരംഭങ്ങളുടെ തുടക്കം, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തുടക്കം, ആരംഭിക്കൽ, ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ അഥവാ വികസന ചെലവുകൾക്ക് ഉദാഹരണമാണ്. കിട്ടിയോ മക്കളെ പറഞ്ഞ കാര്യം? സെറ്റ് ആണോ? എങ്കിൽ ഒരാളെ വിളിച്ചേ സാർ ചോദിക്കാം. അഫ്രിനെ, അഫ്രിൻ, യെസ് അഫ്രിൻ അൺമ്യൂട്ട് ചെയ്യാട്ടോ. ഇവിടെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിന്റെ ഒരു 4 എക്സാമ്പിൾ പറയാൻ പറഞ്ഞ, അപ്പോൾ 2 എക്സാമ്പിൾ പറയാൻ പറഞ്ഞ ഏത് പറയും? റോഡ് പണി, കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, പിന്നെ നോക്കി പറയല്ലേ, ഇപ്പൊ അതല്ലേ പറഞ്ഞത്, പിന്നെ നോക്കണേ എന്തിനാ? കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, പിന്നെ എന്തൊക്കെ നിർമ്മിക്കണം? ഇല്ല, ഹോസ്പിറ്റൽസ്. പിന്നെ അടുത്തൊരാളിലേക്ക് കൊടുത്താൽ നെക്സ്റ്റ് മാനസ്. ഒരു 2 എണ്ണം പറഞ്ഞേ. മാനസ് ആദ്യം നീ വെറുതെ ഇരുന്നേ, തലേന്ന് കയ്യേക്കെടുത്തേ. ഇനി 2 എണ്ണം പറഞ്ഞേ. പിന്നെ ഇതെന്താ? കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സിൽ സ്റ്റക്കായോ? കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് ഇല്ല. നെക്സ്റ്റ് അടുത്തൊരാള്, ഒരു മിടുക്കൻ ഓർ മിടുക്കി ഏറ്റവും അടിപൊളിയായിട്ട് പറയുന്നുള്ള ഒരാളെ വിളിക്കാം സാർ. അടുത്തൊരാള് അനാമിക. ഉഷാറായിട്ട് പറഞ്ഞു കൊടുത്തേ എന്തൊക്കെയാന്നുള്ളത്. ബ്രിഡ്ജസ്, റോഡ്സ്, പിന്നെ പറഞ്ഞോളാം. റോഡ്സ്, ബ്രിഡ്ജസ്, ഹാർബർ, ഇതെല്ലാം നമുക്ക് എവിടെ പറയാം? ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ആണ് അല്ലെ? വികസന ചെലവുകളാണ്. കിട്ടിയോ മക്കളെ പറഞ്ഞ കാര്യം? ഓക്കെ ആണോ? എന്നാൽ അടുത്ത ഞാൻ പറയാൻ പോകുന്നത് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ അഥവാ വികസനേതര ചെലവുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. വികസനേതര ചെലവുകൾ എന്തായിരിക്കും നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ വൺ ഇൻകേർഡ് ബൈ ദ ഗവൺമെന്റ് ഓൺ എ റെഗുലർ ബേസിസ് ഫോർ നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് പബ്ലിക് സർവീസസ്. രാജ്യ താല്പര്യങ്ങൾക്കും പൊതുസേവനങ്ങൾക്കും കേട്ടോ. നോൺ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസേവനങ്ങൾക്കും സർക്കാർ നിരന്തരം വഹിക്കുന്ന അല്ലെങ്കിൽ റെഗുലർ ബേസിസ് നിരന്തരം വഹിക്കുന്ന ചെലവുകളെയാണ് എന്ത് വിളിക്കുന്നത്? വികസനേതര ചെലവുകൾ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ വന്നൊരു വളരെ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ഫാമിലിക്ക് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുന്നു, ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നു, കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്നു. ഇതൊരു ഡെവലപ്മെന്റൽ ആക്ടിവിറ്റി ആണോടാ? ഒരു ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആണോ അത്? ആക്ച്വലി അല്ല, നോൺ ഡെവലപ്മെന്റ് ആണല്ലേ. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പബ്ലിക് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ നമുക്ക് എന്തെങ്കിലും ഇന്ന റോഡായിട്ട് കാണാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ബ്രിഡ്ജായിട്ട് കാണാൻ പറ്റുമെന്നുള്ളതൊന്നും അല്ല. അവിടെ നമ്മളൊരു സേവനമാണ് നൽകുന്നത് അല്ലേ. അപ്പൊ നോക്കാം, എക്സ്പെൻസസ് ഇൻവോൾവ്ഡ് ഇൻ ഡിഫൻസ്, യുദ്ധങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രതിരോധത്തിന്, ഇൻട്രസ്റ്റ്, പലിശയ്ക്ക്, പെൻഷൻ കൊടുക്കുന്നു. അതേപോലെ തന്നെ എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ എന്താ? മഹാമാരിയൊക്കെ വരൂലേ. നമുക്കിപ്പോ നിപ്പ വൈറസ് വന്നു, കോവിഡ് വന്നു, ഇതൊക്കെ വന്നപ്പോ ഉണ്ടായിരുന്നാ? ജനിച്ചിട്ടൊക്കെ ഉണ്ടോ അന്നൊക്കെ? COVID-19 2019 ഇവിടെ ഉണ്ടായിരുന്നോ? ഓക്കെ, കേട്ടിട്ടുണ്ടോ COVID-19? വെരി ഗുഡ്. നിപ്പ വൈറസ് കേട്ടിട്ടുണ്ടോ? ഇല്ല. നിപ്പ വൈറസ് വന്നപ്പോ ഇല്ലേ? അപ്പൊ ഞങ്ങൾക്കൊക്കെ എത്ര പ്രായമാ? കുറച്ചേരുടെ നിപ്പ വൈറസ് കേട്ടിട്ടില്ലേ നിങ്ങളാരും? പെട്ടെന്ന് ടെൻഷനായിട്ടാ. നമുക്കൊക്കെ ഇത്രയും വയസ്സായെന്നായിപ്പോയി. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ മഹാമാരികളും അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പ്രകൃതി ദുരന്തം, ഫ്ലഡ് വന്നപ്പോ ഉണ്ടാ? ഫ്ലഡ് വെള്ളപ്പൊക്കം ഓക്കെ 2018 ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോ നിങ്ങൾ ദുരന്തം ബാച്ചായിരുന്നോ? ഇവര് ദുരന്തം ബാച്ചായിരുന്നു. നമ്മളെ കയ്യിൽ മുന്നേ കയറി പോന്നു കേട്ടാ.
ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പ്രതിരോധം, പലിശ, പെൻഷൻ, മഹാമാരി, പ്രകൃതി ദുരന്തം. അപ്പൊ നിങ്ങൾ എഴുതുമല്ലോ ഇതെന്ത് ഈ ദുരന്തം ബാച്ച് എന്ന് കേട്ടിട്ടുണ്ടോ? ദുരന്തം ബാച്ച് എന്ന് കേട്ടിട്ടുണ്ടോ? പറയണോ കഥ? വേണ്ടല്ലേ? വേണം. കഥയൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ? അതെ, എന്താണെന്നറിയോ, 2018-19 ഫ്ലഡ്, അതേപോലെ തന്നെ കോവിഡ് ഒക്കെ വന്നു കഴിഞ്ഞ സമയത്ത് അന്ന് പഠിച്ച ചേട്ടന്മാരും ചേച്ചിമാർക്കൊക്കെ കൃത്യമായിട്ട് സ്കൂളിൽ പോകാൻ പറ്റുമായിരുന്നാ? COVID-19 അല്ലേ ഇപ്പം ഇങ്ങനെ രോഗം ഇങ്ങനെ ഒരാളിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ക്ലാസ്സിൽ പോകാൻ പറ്റൂലായിരുന്നു. അപ്പൊ ഇവരെങ്ങനെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നറിയോ? നമ്മുടെ കേരള സർക്കാരിന്റെ ഫസ്റ്റ് ബെൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം TV-യിലൂടെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കും. അത് കേട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ന്യൂട്ടൻസ് പോലുള്ള സ്ഥാപനങ്ങൾ ഓൺലൈനായിട്ട് ട്യൂഷൻസ് കൊടുക്കും. അങ്ങനെ ഇപ്പം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന പോലെ ഓൺലൈനൊക്കെ ഇന്നിപ്പോൾ ഇത്ര സ്ട്രോങ് ആയത് അന്ന് മുതലാണ്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവർക്കൊക്കെ എന്ത് ചെയ്യുന്നറിയോ? കോവിഡ് ബാച്ച് എന്ന് പറയാനായിട്ട് ഇവർക്കപ്പം മര്യാദയ്ക്ക് ക്ലാസ് കിട്ടിയോ? ഇല്ല. എന്തെങ്കിലും ഇവർക്ക് അറിയോ? അതൊന്നും പറഞ്ഞു ഇവരോടൊക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അറിയോ? ഇവർക്ക് കൂടുതലായിട്ട് സബ്ജക്ട് നോളജ് ഒന്നും ഇല്ല. അതേപോലെ തന്നെ ഇല്ലേ, എന്ത് സംഭവിച്ചു? കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരെ 10ാം ക്ലാസ് ഒക്കെ അങ്ങ് വളരെ എളുപ്പത്തിൽ അങ്ങ് പാസ്സാക്കി വിട്ടു. റിസൾട്ടൊക്കെ വന്നപ്പോൾ 200 പേർക്ക് ഫുൾ A+, 500 പേർക്ക് ഫുൾ A+. അതാണ് ദുരന്തം ബാച്ച് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് +1 വന്നു കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇവന്മാരോട് ചക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ പറയണത് മാങ്ങയെന്നായിരിക്കും. കാരണം ഉത്തരം അറിഞ്ഞൂടാ. അതാണ് ദുരന്തം ബാച്ച് എന്ന് പറയണത്. അപ്പൊ നമ്മൾ എന്ത് പറയും? ഇത് മറ്റേ 18 ഫ്ലഡ് പെട്ട കുട്ടികളല്ലേ, അല്ലെങ്കിൽ 19 കോവിഡിൽ വന്നതല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ അതാണ് ഇവർ അങ്ങനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ സാറൊക്കെ അതിലുള്ളതായിരുന്നു എന്ന് പറയാണ്, ദുരന്തം ബാച്ചാണ്. അപ്പൊ നമ്മൾ എന്ത് ചോദിച്ചാലും പറയൂല എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ അടിപൊളി ബാച്ചാട്ടോ, കൃത്യമായിട്ട് പഠിച്ചൊക്കെ പോകുന്ന കുട്ടികളല്ലേ. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ നോക്കിക്കോട്ടെടാ. അപ്പൊ എന്തൊക്കെയാണ്? പ്രതിരോധം, ഡിഫൻസ്, ഇൻട്രസ്റ്റ്, പലിശ, അതേപോലെ തന്നെ പെൻഷൻ, മഹാമാരി, പ്രകൃതി ദുരന്തം തുടങ്ങിയവയ്ക്കെല്ലാം നമ്മൾ എന്താ പറയുന്നത്? നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആണല്ലേ. ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ഡെവലപ്മെന്റ് വികസനം ഉണ്ടാവുന്ന കരുതി വരുന്നതല്ല. ഇതൊക്കെ വികസനേതര ചെലവുകൾ, അതായത് പബ്ലിക് സർവീസസ് ആണല്ലേ. അതെ, കൈറ്റ് വിക്ടേഴ്സ് ഇപ്പോഴും ഉണ്ട് അല്ലേ. പബ്ലിക് സർവീസസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കടാ, ഞാൻ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസും നോൺ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. വികസന ചെലവുകളും വികസനേതര ചെലവുകളും. ഓക്കെ, അപ്പൊ ഉഷാറായിട്ട് ഒരാളെ വിളിക്കുക സർ വായിക്കാനായിട്ട്. ഇഷാൻ ഒരു ഡെവലപ്മെന്റൽ ആക്ടിവിറ്റി വായിക്കുമ്പോൾ, എക്സ്പെൻസ് വായിക്കുമ്പോൾ അടുത്തൊരാളെ വിളിക്കാം. ഒരു ഗേൾ. ആര് വായിക്കും? കൃഷ്ണവേണി ഒരു നോൺ ഡെവലപ്മെന്റിൽ വായിക്കണം കേട്ടോ. അപ്പോൾ ഇഷാൻ ഒരു ഡെവലപ്മെന്റ് വായിക്കുമ്പോൾ കൃഷ്ണവേണി ഒരു നോൺ ഡെവലപ്മെന്റ് വായിക്കണം. ഓക്കെ, തുടങ്ങിക്കോ ഇഷാനെ. മലയാളവും കൂടി വായിക്കടാ. റോഡ് നിർമ്മാണം. ഓക്കെ, വെരി ഗുഡ്. ദെൻ മോൾ വായിച്ചോ. വാർ അഥവാ യുദ്ധം. ഓക്കെ, ഇനി അടുത്ത ആള്. അല്ല ഇവരെന്നെ കണ്ടിന്യൂ ചെയ്തോട്ടെ. ഇഷാൻ വായിച്ചോളാം അടുത്തത്. കൺസ്ട്രക്ഷൻ ഓഫ് സ്കൂൾസ് അഥവാ വിദ്യാലയ നിർമ്മാണം. ആണ്ടാ മലയാളം എടാ മലയാളിടാ. ഓക്കെ, മോള് വായിച്ചോ. ഡിഫൻസ് അഥവാ പ്രതിരോധം. ഓക്കെ, ഇനി മോൻ. വ്യവസായ ശാലകൾ. നീ എവിടെയാ പഠിച്ചത്? പുറത്തെവിടെയെങ്കിലും പഠിച്ചേ? LKG മുതൽ കേരളത്തിൽ ആണല്ലേ. ശരി, ഓക്കെ. ഇനി മോള് വായിക്കും ബാക്കി. പലിശ. ഓക്കെ, അടുത്തത് വേഗം. പണിപ്പാളിന്ന്. ഊർജോൽപാദനം. ഇവന് നമ്മള് നിന്നെ ഞാൻ ബേസിക്കിൽ കൂടെ നിർത്തലുണ്ട് കേട്ടോ മലയാളത്തിന്റെ. ഊർജോൽപാദനം. ഇനി വായിച്ചോടാ. മഹാമാരി. പവർ ഉണ്ടോ മലയാളത്തിന്റെ? ഇനി എല്ലാം മോനാണ്. വായിച്ചോ. മോള് അവള് വായിച്ചോളൂ. വായിച്ചോ. ഓക്കെ, ക്ഷേമ പെൻഷൻ. ഓക്കെ, ഇനി അടുത്തത് രണ്ടുപേരോട് വായിച്ചോ. കടബാധ്യത. പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം, സബ്സിഡികൾ. കിട്ടിയില്ലേ?
ഇത്രയാണ് നമ്മൾ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിനെയും നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചേഴ്സിനെയും തിരിച്ചിരിക്കുന്നത് കേട്ടോ. വികസന ചെലവുകളും വികസനേതര ചെലവുകളും കേട്ടോ. അപ്പൊ ഞാനൊന്ന് വായിച്ചു തരാം, എന്റെ ഒപ്പം കട്ടയ്ക്ക് പിടിച്ചോ. കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് അഥവാ റോഡ് നിർമ്മാണം. മറ്റേതാണെങ്കിൽ വേറെ, നമുക്ക് ആദ്യം ഒരുമിച്ച് ഇത് ആദ്യം വായിക്കാം കേട്ടോ. കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, കൺസ്ട്രക്ഷൻ ഓഫ് സ്കൂൾസ്, വിദ്യാലയ നിർമ്മാണം, ഇൻഡസ്ട്രീസ്, വ്യവസായശാലകൾ, എനർജി ജനറേഷൻ, ഊർജോൽപാദനം, ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? വികസന ചെലവുകൾ അഥവാ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റി എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്. എന്നാൽ നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ പബ്ലിക് സർവീസ് ആണെന്ന് പറഞ്ഞു അല്ലെ, സേവനം. വികസനേതര ചെലവുകൾ ഏതൊക്കെയാണ്? വാർ അഥവാ യുദ്ധം, ഡിഫൻസ് അഥവാ പ്രതിരോധം, ഇൻട്രസ്റ്റ് അഥവാ പലിശ, എപ്പിഡമിക് അഥവാ മഹാമാരി, പിന്നെ വെൽഫെയർ പെൻഷൻ അതായത് ക്ഷേമ പെൻഷനുകൾ, ലൈബിലിറ്റി കടബാധ്യത, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊതുഭരണം, സബ്സിഡീസ് സബ്സിഡികൾ എന്നിങ്ങനെ നമുക്ക് തിരിക്കാവുന്നതാണ്. കിട്ടിയോ മക്കളെ പറഞ്ഞ കാര്യം? ഓക്കെ ആണോടാ? യെസ്, എനിക്ക് ക്യുക്കായിട്ടൊന്ന് പഠിച്ചേ, ക്യുക്കായിട്ടൊന്ന് പഠിച്ചേ. നമുക്കിപ്പോൾ ഒരാളോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, വേഗം 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 പഠിച്ചോ, ഉഴപ്പിയിരിക്കുന്നവന്മാരെ പൊക്കിക്കോട്ടെ സാറേ. ഓക്കെ, ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും വേഗം പഠിക്കാം, വേഗം വേഗം വേഗം. 1 മിനിറ്റ് സമയം. ഇപ്പോൾ സമയം 8:03 8:04 ആകുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, വേഗം ആയിക്കോട്ടെ. ആ വേഗം 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 പഠിക്കാം. ഓരോ ഉദാഹരണങ്ങളും വേഗം, ഓരോന്നിൻ്റെയും ഓരോ ഉദാഹരണങ്ങൾ വീതം വേഗം നോക്കാം കേട്ടോ. ഓക്കെ, കഴിഞ്ഞില്ലേ? കഴിഞ്ഞവരൊക്കെ ഒന്ന് വേവ് ചെയ്തേ ഹാൻഡ്സ്. കഴിഞ്ഞവരൊക്കെ ഒന്ന് വേവ് ചെയ്തേ. ആ യെസ്, വിളിക്കാം. ഈ ടാറ്റ കാണിക്കാത്തവരെയൊക്കെ വിളിച്ചോട്ടെ സാർ. അദ്വൈത്. ആ യെസ്, അദ്വൈത് അൺമ്യൂട്ട് ചെയ്തോടാ. ബുക്ക് അടച്ചോട്ടോ. ഒന്ന് മര്യാദക്ക് ഉഷാറായിട്ടിരുന്ന കൈയൊക്കെ എടുത്ത്. ആ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിന്റെ ഉദാഹരണം പറഞ്ഞേ. എന്താണ് എടോ മര്യാദക്ക് പറഞ്ഞേ? കൺസ്ട്രക്ഷൻ ഓഫ്, ക്ലിയർ ആയിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിച്ചേ, കേൾക്കുന്നില്ല. ആ ഇതേപോലെ പറ. കൺസ്ട്രക്ഷൻ ഓഫ്. ആ പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് സ്കൂൾ. ആ പിന്നെ ഇൻഡസ്ട്രീസ്. പിന്നെ പിന്നെ എനർജി ജനറേഷൻസ്. ഓക്കെ, വെരി ഗുഡ്. ദെൻ നോൺ ഡെവലപ്മെന്റൽ പറയാനായിട്ട് നവിക ബുക്ക് അടയ്ക്കൂ കേട്ടോ. നവിക ബുക്ക് അടച്ചേ. ആ അൺമ്യൂട്ട് ചെയ്തോ കേട്ടോ. ആ പറഞ്ഞോ, നോൺ ഡെവലപ്മെന്റൽ 5 പറഞ്ഞടാ. ആ വാറ്, വാറ്, ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി ഒരു നോൺ ഡെവലപ്മെന്റ് ആണോ? ഇൻഡസ്ട്രി ഒരു നോൺ ഡെവലപ്മെന്റ് ആണോ? അല്ല. വാർ ഓക്കെ. പിന്നെ ഡിഫൻസ്. പിന്നെ പഠിച്ചിട്ടില്ല. സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പ് വേഗം പഠിച്ചിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരാള്. പ്രത്യുഷ് ബുക്ക് അടച്ചോട്ടോടാ. അൺമ്യൂട്ട് ചെയ്തോ, ബുക്ക് അടയ്ക്കാം. ആ നോൺ ഡെവലപ്മെന്റൽ പറഞ്ഞടാ. ആ പിന്നെ വാറ് ഓക്കെ. പിന്നെ ഇൻഡസ്ട്രി ഒരു ഡെവലപ്മെന്റൽ ആക്ടിവിറ്റി അല്ലേ? ഇൻഡസ്ട്രി ഒരു ഡെവലപ്മെന്റൽ ആക്ടിവിറ്റി അല്ലേ? ഇൻട്രസ്റ്റ് ഓക്കെ. പിന്നെ എപ്പിഡമിക്സ്. ആ പിന്നെ ആ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിക്കോട്ടോ. ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. യെസ്, അടുത്തൊരാള്. നിഹാര ബുക്ക് അടച്ചോട്ടോ. ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞേ. ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, കൺസ്ട്രക്ഷൻ ഓഫ് സ്കൂൾസ്, കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, കൺസ്ട്രക്ഷൻ ഓഫ് സ്കൂൾസ്, കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജസ്, കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. പിന്നെ
എനർജി ജനറേഷൻ. energy generation, ഇതൊക്കെ പറയാം കേട്ടോ. ഓക്കെ, യെസ്. അടുത്തൊരാള് അടുത്തത് അഭിനവ് കൃഷ്ണ. അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. ബുക്ക് അടയ്ക്കൂ കേട്ടോ. നോൺ ഡെവലപ്മെന്റിന്റെ ഒരു 3 എക്സാമ്പിൾ പറഞ്ഞടാ. നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. ഡിഫൻസ്, ഓക്കെ. ഇൻട്രസ്റ്റ്, ആ വെൽഫെയർ, പെൻഷൻ. വെൽഫെയർ പെൻഷൻ. ഓക്കെ, വെരി ഗുഡ്, അടിപൊളി. യെസ്, നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, യെസ് മക്കളെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഇത് പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അടുത്ത പഠിക്കേണ്ടത് വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഡസ് ദ ഗവൺമെന്റ് സ്പെൻഡ് മണി ഓൺ. എന്തെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ ധനം ചെലവാക്കുന്നത്? വേഗം വേഗം പഠിച്ചേ. എന്തെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ ധനം ചെലവാക്കുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. വേഗം ആയിക്കോട്ടെ. യെസ്, നമുക്ക് അടുത്തൊരാൾ വിളിക്കാം. നയന. കാര്യമായ സംസാരമാണ്. ബുക്ക് അടച്ചേ. നയന, ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ, കുറച്ച് എക്സാമ്പിൾസ്. development, ആ construction of schools, construction of building, industries, എന്ത് ബിൽഡിങ്? building, construction of schools, ആ construction of കുറെ ഉണ്ടായി, അതാ ഞാൻ ചോദിച്ചത് ഏതൊക്കെയാന്ന്. കൺസ്ട്രക്ഷൻ ഓഫ് സ്കൂൾസ്, construction of അവിടെ ഇരുന്ന് എന്താ സംസാരിച്ചോണ്ടിരിക്കുന്നേ അത് ചേച്ചിയുടെ സാധനം എന്ന് പറഞ്ഞേ. എടാ, നീ ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പൊ പ്രോപ്പർ ആയിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുകയല്ലേ വേണ്ടത്. അവിടെ എഴുന്നേറ്റ് ഇന്നാ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഇരുന്നാ മതി കേട്ടാ. എന്നാ പറ, ഏത് കൺസ്ട്രക്ഷൻ ഓഫ്? ഇൻഡസ്ട്രീസ്, ബാക്കി അപ്പൊ ഒന്ന് എഴുന്നേറ്റ് വായിച്ചു പഠിച്ചേ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരാള് പഠിച്ചു കഴിഞ്ഞാൽ ഇരിക്കുക കേട്ടോ. ബ്ലസ്സനെ ബുക്ക് അടച്ചോ. നോൺ ഡെവലപ്മെന്റൽ പറഞ്ഞിടാ. ഡിഫൻസ്, ഓക്കെ. സബ്സിഡീസ്, വെൽഫെയർ, പിന്നെ ലൈബിലിറ്റി. ഓക്കെ, വെരി ഗുഡ്, അടിപൊളി അടിപൊളി അടിപൊളി. യെസ്, അടുത്തൊരാള് അക്ഷര. അൺമ്യൂട്ട് ചെയ്യൂ. അക്ഷര ബുക്ക് അടച്ചോ കേട്ടോ. ഡെവലപ്മെന്റൽ ആക്ടിവിറ്റി എക്സ്പെൻഡിച്ചേഴ്സ് പറഞ്ഞാ. ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചേഴ്സ്. interest, construction of roads, ഇൻട്രസ്റ്റ്. industries, ഇൻഡസ്ട്രീസ്, construction of roads, construction of schools, energy generation. ഓക്കെ, വെരി ഗുഡ്, അടിപൊളി. യെസ്, നെക്സ്റ്റ് അടുത്ത് ഞാൻ ചോദിക്കാൻ പോകുന്നത് വാട്ട് ആർ ദ അതർ ആക്ടിവിറ്റീസ് ദാറ്റ് ദ ഗവൺമെന്റ് സ്പെൻഡ് മണി ഓൺ എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, വിളിക്കാം. ഡിൻസ്. അൺമ്യൂട്ട് ചെയ്തോട്ടാ. ഡിൻസ്. ഡിൻസേ, എന്തൊക്കെയാണ് അതർ ആക്ടിവിറ്റീസ് ഡസ് ദ ഗവൺമെന്റ് സ്പെൻഡ് മണി ഓൺ? ബുക്ക് അടച്ചിട്ട് പറയൂ കേട്ടോ. സാലറി, construction of roads, കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, construction of hospitals, ഹോസ്പിറ്റൽസ്, construction of schools, സ്കൂൾസ്, പിന്നെ പിന്നെ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയിട്ടിരിക്കുക കേട്ടോ. സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കിയിട്ടിരിക്കുക. നെക്സ്റ്റ് അടുത്തൊരാള് വായിച്ചു നോക്കിയെന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടണോട്ടോ അതിന്റെ ആൻസർ പറയാൻ. എന്നിട്ട് ഇരിക്കുക. അഭിരാമി, ബുക്ക് അടച്ചോളൂ. പറഞ്ഞോ. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദ ഗവൺമെന്റ് സ്പെൻഡ് മണി? അഭിരാമി, പറഞ്ഞോ. What are the other activities does the government spend money? salary, interest, construction of roads, construction of hospitals, എത്ര അറിയുള്ളൂ. അപ്പൊ ബാക്കി വേഗം ഒന്ന് വായിച്ചു നോക്കിക്കേ.
വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരാള്. അക്ഷജ്. അക്ഷജ് അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. ബുക്ക് അടച്ചോളൂ കേട്ടോ. ബുക്ക് അടച്ചോ? ആ പറഞ്ഞോ. വാട്ട് ആർ ദ അതർ ആക്ടിവിറ്റീസ് ഡസ് ദ ഗവൺമെന്റ് സ്പെൻഡ് മണി ഓൺ? Construction of hospitals, construction of roads, industries, social welfare scheme. ഓക്കെ, വെരി ഗുഡ്, അടിപൊളി കേട്ടോ. യെസ് മക്കളെ, അടുത്ത പഠിക്കേണ്ടത് ഹൗ ക്യാൻ വി റിഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഫാമിലി എന്നാണ് കേട്ടോ. കുടുംബ ചെലവ് എങ്ങനെയൊക്കെ നമുക്ക് കുറയ്ക്കാം. ഇതാ ഓരോ പോയിന്റ്സ് ഇവിടെ പറയുന്നുണ്ട്. 1 2 3 4 5 പോയിന്റ്സ് ഉണ്ട്. കൃത്യമായിട്ടും ഈ 5 പോയിന്റ്സ് പഠിക്കാം കേട്ടോ. ഓക്കെ, യെസ്, വേഗം. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്തൊരാളെ വിളിക്കാം. സെറ. ബുക്ക് അടച്ചോ കേട്ടോ. ബുക്ക് അടച്ചോ. ഓക്കെ, നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചേഴ്സിന്റെ ഒരു 3 എക്സാമ്പിൾ പറഞ്ഞടാ. വാറ, എപ്പിഡമിക്, പഠിച്ചിട്ടില്ലല്ലോ. പഠിച്ചിട്ടില്ല. സ്റ്റാൻഡ് അപ്പ്. വേഗം പഠിച്ചിട്ടിരിക്കുക കേട്ടോ. നെക്സ്റ്റ് അടുത്തൊരാള്. ആദിത്യദേവ്. ബുക്ക് അടച്ചോളൂ. ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിൾസ് പറഞ്ഞടാ. Construction of hospital, gallery, internet, construction of roads, എക്സ്പെൻസ് കേട്ടില്ല. ഡിഫൻസ് ഒക്കെ ഒരു ഡെവലപ്മെന്റൽ എക്സ്പെൻസ് ആണോ? ഡെവലപ്മെന്റൽ അല്ല. കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, ബ്രിഡ്ജസ്, ഹോസ്പിറ്റൽസ്, സ്കൂൾസ് ഇതെല്ലാം ഡെവലപ്മെന്റൽ ആണ്. ദെൻ എനർജി ജനറേഷൻ ഒരു ഡെവലപ്മെന്റൽ ആണ്. അല്ലാതെ ഇതൊന്നും ഡെവലപ്മെന്റൽ അല്ല. സ്റ്റാൻഡ് അപ്പ്. കൃത്യമായിട്ട് പഠിച്ചിരുന്ന് വേഗം പഠിച്ചു തീർത്തിട്ടിരിക്കുക. നെക്സ്റ്റ് അടുത്തൊരാള്. ഭാഗ്യ. ബുക്ക് അടയ്ക്കൂ. നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചേഴ്സിന്റെ ഉദാഹരണം പറഞ്ഞടാ. വെൽഫെയർ പെൻഷൻ. ഓക്കെ, യെസ്, ഓക്കെ ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് അടുത്തൊരാളെ വിളിക്കാം. ലുസാനോ. അവൻ്റെ അപ്പം അങ്ങനെയല്ലോ സാറേ അവനെ വിളിക്കണേ. അത് തന്നെ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തോ. എടാ എന്താണ് പേര്? ലുസാനോ. ഓക്കെ, ബുക്ക് അടച്ചേ മോനെ. അടച്ചോ. എന്തെല്ലാം ആക്ടിവിറ്റീസിനാണ് ഗവൺമെന്റ് ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നത്? Construction of road, construction of school, electricity generation, industry, പിന്നെ പിന്നെ defense, industry. ഓക്കെ, വെരി ഗുഡ്. നീ ഇത് രണ്ടും കൂടി അങ്ങ് മിക്സ് ചെയ്ത് പറഞ്ഞല്ലേ. ഡെവലപ്മെന്റിലും നോൺ ഡെവലപ്മെന്റും കൂടി മിക്സ് ചെയ്ത് പറഞ്ഞപ്പോൾ ഗവൺമെന്റ് ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നതായി. ഓക്കെ, വെരി ഗുഡ്, മിടുക്കണം കേട്ടോ. യെസ്, അടുത്തൊരാളെ വിളിക്കാം. മീനാക്ഷി. അൺമ്യൂട്ട് ചെയ്യൂ. ആണോ? യെസ്, മീനാക്ഷി. ഓക്കെ അല്ലേ? എടാ നോ ബുക്ക് അടച്ചേ. അയ്യോ, ഇത്ര നേരമായിട്ട് പഠിച്ചില്ലേ? എന്ത് ഇത്ര നേരമായിട്ട് പഠിക്കാൻ? ബുക്ക് അടച്ചേ. ചോദിക്കട്ടെ. മടിയാണെന്നല്ലേ പറഞ്ഞോളൂ. 3 ബുക്ക് അടച്ചേ. ഞാൻ ചോദിക്കട്ടെ. ബുക്ക് അടച്ചേ ആദ്യം. ബുക്ക് അടയ്ക്കൂ. ഡെവലപ്മെന്റൽ മോൻ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ എഴുതുന്നത്? ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ എക്സാം എഴുതുന്നത്? ഇംഗ്ലീഷിൽ. അപ്പൊ എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഗവൺമെന്റ് പണം സ്പെൻഡ് ചെയ്യുന്നത്? അപ്പൊ നീ ഇംഗ്ലീഷിലല്ലേ പരീക്ഷ എഴുതണേ? അപ്പൊ ഇംഗ്ലീഷിൽ പറയണം.
ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം. എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് സ്പെൻഡ് ചെയ്യുന്നത്? എന്താണ് പഠിക്കാത്തെ? സ്റ്റക്കായോ? മടിയാണോ? മടിയുണ്ടോ? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മളിപ്പോ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യാം കേട്ടോ, ഒന്ന് എഴുന്നേറ്റ് അവിടെ നിന്നേ. ക്ലാസ് കഴിയുന്നതിന് മുന്നേ എന്നെ ഇത് പറഞ്ഞ് കേൾപ്പിച്ചിട്ട് വേണം ലീവ് ആവാൻ കേട്ടോ. ഡെവലപ്മെന്റും നോൺ ഡെവലപ്മെന്റും ക്ലാസ് കഴിയുന്നതിന് മുന്നേ എന്നെ പറഞ്ഞ് കേൾപ്പിച്ചിട്ട് വേണം ലീവ് ആവാൻ. ഓക്കെ, യെസ്. അടുത്ത ആളെ വിളിക്കാം. മഹേശ്വർ. ബുക്ക് അടച്ചോട്ടോ. എടാ, ഹൗ ക്യാൻ വി റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഫാമിലി? ഹൗ ക്യാൻ വി റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഫാമിലി? കുടുംബ ചെലവ് എങ്ങനെയൊക്കെ നമുക്ക് കുറയ്ക്കാം? എങ്ങനെയൊക്കെ കുറയ്ക്കാം? ഓൾ സ്റ്റാൻഡപ്പ്, ഓൾ സ്റ്റാൻഡപ്പ്. എല്ലാവരും എഴുന്നേക്കാം, എല്ലാവരും എഴുന്നേക്കാം. എല്ലാവരും എഴുന്നേറ്റല്ലോ. ഇനിയിപ്പോൾ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്തില്ലേ എന്നുള്ള കാര്യം ഉറപ്പുവരുത്താം. ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ, നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ, ദെൻ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഗവൺമെന്റ് ഫണ്ട് ചിലവഴിക്കുന്നത്. അത് കഴിഞ്ഞ് നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഫാമിലി? കുടുംബ ചെലവ് എങ്ങനെയൊക്കെ കുറയ്ക്കാം? ഈ 4 ക്വസ്റ്റ്യനും പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞവർ ഇരിക്കാം. 4 ക്വസ്റ്റ്യനും പൂർണ്ണമായി പഠിച്ചു കഴിഞ്ഞവർ ഇരിക്കാം. ബാക്കിയുള്ളവർ വേഗം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇരിക്കാം. ഓക്കെ, യെസ്. വിളിക്കാം. നൂറ. ബുക്ക് അടച്ചോളൂ കേട്ടോ. പറഞ്ഞോ, ഹൗ ക്യാൻ വി റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഫാമിലി? ഹലോ, പറഞ്ഞോ. ഹൗ ക്യാൻ വി റെഡ്യൂസസ് ദ എക്സ്പെൻഡിച്ചേഴ്സ് ഓഫ് ദ ഫാമിലി? കുടുംബ ചെലവ് എങ്ങനെയൊക്കെ നമുക്ക് കുറയ്ക്കാം? cultivate on food resources. Okay. Use locally owned resources. Okay. പിന്നെ പഠിച്ചിട്ടില്ലല്ലോ. സ്റ്റാൻഡപ്പ്. വേഗം ഒന്നുകൂടെ വായിച്ചു നോക്കിക്കേ. വായിച്ചു നോക്കിയിട്ട് കേട്ടോ മക്കളെ. പഠിച്ചു കഴിഞ്ഞവർക്ക് ഇരിക്കാം കേട്ടോ, പഠിച്ചു കഴിഞ്ഞവർക്ക് ഇരിക്കാം. ഓക്കെ, അടുത്ത ആളെ വിളിക്കാം. നിവേദ് ശങ്കർ അൺമ്യൂട്ട് ചെയ്യാ. നിവേദ് അൺമ്യൂട്ട് ചെയ്തോ കേട്ടോ. നിവേദ് ശങ്കർ അൺമ്യൂട്ട് ചെയ്യാ. എടാ, ബുക്ക് അടയ്ക്കൂ കേട്ടോ. ഹൗ ക്യാൻ വി റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഫാമിലി? കുടുംബ ചെലവ് എങ്ങനെയൊക്കെ കുറയ്ക്കാം? പബ്ലിക് ട്രാൻസ്പോർട്ട്സ്, പിന്നെ ഫാം, പിന്നെ ഫുഡ് ഗ്രെയിൻസ് എന്ത് ചെയ്യണം? ഫാം വേണം എന്നാ. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉപയോഗിക്കുക. പോയിന്റ് ഓക്കെ. ബാക്കി എന്താ നീ പറയണേ? അപ്പൊ അതിനെന്താ പറയണേ? കൾട്ടിവേറ്റ് ദെയർ ഓൺ അല്ലേ? പിന്നെ പഠിച്ചിട്ടില്ലല്ലോ. സ്റ്റാൻഡപ്പ്, സ്റ്റാൻഡപ്പ്, സ്റ്റാൻഡപ്പ്. വേഗം വായിച്ച് കവർ ചെയ്ത് മക്കളെ. അതൊരു 5 പോയിന്റ് വരുന്നുണ്ട്. അതിലൊരു 3-4 പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരിക്കാം കേട്ടോ. 5 പോയിന്റ് വരുന്നുണ്ട്. 3-4 പോയിന്റ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇരിക്കാം. വേഗം പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരാള്. ഗദ്ദ. ഗദ്ദയാണോ ഗാഥയാണോ? ഓക്കെ, ഗാഥ. ബുക്ക് അടച്ചോട്ടോ. യെസ്. ഹൗ ക്യാൻ വി റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഫാമിലി? Use locally available resources of food and cultivate more on food resources. ക്ലിയർ ആയില്ലല്ലോടാ? Use public distribution system and fair price sale counters
ഓക്കെ, ശരി 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 ശരി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്തൊരാള് അമൽ കൃഷ്ണ. എടാ ഒരു മിനിറ്റ് കേട്ടോ മക്കളെ. അടുത്തത് എന്താണ്? എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ അഥവാ പ്രതീക്ഷിത ചെലവും അതേപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ അഥവാ അപ്രതീക്ഷിത ചെലവുമാണ് പഠിക്കേണ്ടത്. വേഗം പഠിക്കുക കേട്ടോ. ഓക്കെ, എടാ നീ പറഞ്ഞോ, ബുക്ക് അടച്ചോ? എന്തൊക്കെയായിരുന്നു? ഹൗ ക്യാൻ വി റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ? പിന്നെ പിന്നെ ഒന്നുകൂടി വായിച്ചു നോക്കാട്ടോ വേഗം. ഓക്കെ, യെസ്. നെക്സ്റ്റ് അടുത്തൊരാള് അതുല്യ. അൺമ്യൂട്ട് ചെയ്യാ, ബുക്ക് അടയ്ക്കാം കേട്ടോ. ഇത് എവിടെ പോയിട്ട് വന്നതാണെന്ന്? ക്ലാസ്സിലിരുന്നതാ? ഓക്കെ, സുന്ദരിയായിട്ടുണ്ടല്ലോ. പറഞ്ഞോ എന്തൊക്കെയാണ് എക്സ്പെൻഡിച്ചേഴ്സ്? ഹൗ ക്യാൻ വി റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ? Use local available food resources. Cultivate your food resources. Use public transportation. Set saving rules. പിന്നെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ്. ആൻഡ് എ ഫെയർ പ്രൈസ്. ഓക്കെ, ഒന്നുകൂടി വായിച്ചു നോക്കാം കേട്ടോ. ഒന്നുകൂടി വായിച്ചു നോക്കാം വേഗം. നെക്സ്റ്റ് ഒരാളെ വിളിക്കാം. ഇവാൻ, ബുക്ക് അടച്ചോളൂ. അടച്ചോ? അടക്കി അടച്ചോ? ഓക്കെ. ഹൗ ക്യാൻ വി റെഡ്യൂസസ് ദ ഫാമിലി എക്സ്പെൻഡിച്ചേഴ്സ്? Use public transportation, set savings, cultivate your own food resources, use യൂസ് fair practices, live welfare efforts from the welfare committees and ഓക്കെ, ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോടാ. കേട്ടോ, ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, യെസ് മക്കളെ. അപ്പോൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ കിട്ടിയോ എല്ലാവർക്കും? ഓൾ സിറ്റ് ഡൗൺ. എല്ലാവരും അവിടെ ഇരുന്നേ. എല്ലാവരും ഇരിക്കുക കേട്ടോ. എല്ലാവരും ഇരിക്കുക. നമ്മൾ ഒരാളോട് പറഞ്ഞേൽപ്പിക്കാൻ പറഞ്ഞിരുന്നു അല്ലേ? മീനാക്ഷി, അൺമ്യൂട്ട് ചെയ്യൂ. വേഗം ഒന്ന് പഠിച്ചോളൂ കേട്ടോ. എക്സ്പെക്റ്റഡും അൺഎക്സ്പെക്റ്റഡും വേഗം പഠിക്കാം. മീനാക്ഷി ഇരിക്കൂ, ഇരിക്കൂ. എടാ ബുക്ക് അടച്ചോട്ടോ മീനാക്ഷി. മീനാക്ഷി, എന്തൊക്കെയാണ് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചേഴ്സ്? Construction of road, construction of schools, administration, energy, പിന്നെ എനർജി ജനറേഷൻ, വെൽഫെയർ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇപ്പൊ കിട്ടിയാ പഠിക്കാനായിട്ട്? മടി മാറിയാ? എപ്പോഴും ഇടക്കിടക്ക് ഉണ്ടല്ലേ മടി? സ്ഥിരം മടിയുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇവിടെ വന്ന ടീച്ചേഴ്സിനോടൊക്കെ ഞാൻ പറഞ്ഞേക്കാം മീനാക്ഷിക്ക് മടിയാണെന്ന് 7th. അപ്പൊ അവരെല്ലാവരും ഇതേപോലെ ചോദിച്ചോളും കേട്ടോ. മീനാക്ഷി കൃത്യമായിട്ട് പഠിച്ചോളണം. മടിയൊക്കെ മാറ്റി വെച്ചിട്ടിരുന്ന് പഠിച്ചോട്ടോ. 1.5 മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ആ 1.5 മണിക്കൂർ പറയുന്ന എത്ര പോയിന്റ്സ് ആണോ ആ പോയിന്റ്സ് എല്ലാം മീനാക്ഷിക്ക് കിട്ടണം. ഒന്നും വേസ്റ്റ് ചെയ്യാനില്ല കേട്ടോ. അപ്പൊ ഉഷാറായിട്ട് പഠിച്ചോളൂ ഇരുന്ന്.
ഓക്കെ യെസ്. അപ്പോൾ മക്കളെ എക്സ്പെക്റ്റഡും അൺഎക്സ്പെക്റ്റഡും വേഗം പഠിച്ചേടാ, വേഗം പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ക്വിക്കായിട്ട് നോക്കാം. നമ്മളിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാം അല്ലേ. നമ്മളിന്ന് തുടങ്ങിയത് ബഡ്ജറ്റ് ദ ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെന്റ് അഥവാ വികസനത്തിന്റെ നേർരേഖ എന്നുള്ള ചാപ്റ്റർ ആണ് പഠിച്ചത് അല്ലേ. എങ്ങനെയുണ്ട് ചാപ്റ്റർ? സെറ്റ് അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലേ? അടിപൊളിയായിട്ട് പഠിക്കാമല്ലോ. യെസ്. അപ്പം അടുത്ത ക്ലാസ്സിൽ എക്സാം ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇനി വാട്ട് യു മീൻ ബൈ ഫാമിലി എക്സ്പെൻഡിച്ചർ അഥവാ കുടുംബ ചെലവ് എന്താന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഫുഡ് കൺസംഷൻ, ഭക്ഷ്യ ഉപഭോഗവും അതേപോലെ തന്നെ ഭക്ഷ്യേതര ഉപഭോഗത്തിനും, അതായത് നോൺ ഫുഡ് കൺസംഷനും വരുന്നുണ്ട്. ദെൻ ക്ലാസിഫിക്കേഷൻസ് എത്രയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറും അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറും അല്ലേ. പ്രതീക്ഷിത ചെലവും അപ്രതീക്ഷിത ചെലവായിട്ട് തിരിച്ചിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ഫാമിലി ഇൻകം എന്താണെന്നാണ് പറഞ്ഞല്ലേ, കുടുംബ വരുമാനം എന്താന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഫാമിലി ബഡ്ജറ്റ്. ഫാമിലി ബഡ്ജറ്റ് എന്തിനാണ് സഹായിക്കുക? നമ്മൾ പറഞ്ഞു അല്ലേ, ഫാമിലി ബഡ്ജറ്റ് ഹെൽപ്സ് ടു അറ്റൈൻ എ ഫിനാൻഷ്യൽ സേഫ്റ്റി ആൻഡ് വെൽഫെയർ. സാമ്പത്തിക ഭദ്രതയും അതേപോലെ തന്നെ ക്ഷേമവും കൈവരിക്കാനായി സാധിക്കും എന്നുള്ളതാണ്. ഹൗ ക്യാൻ വി റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ? എങ്ങനെ നമുക്ക് ചെലവ് കുറയ്ക്കാം? നമ്മളൊരു 5 പോയിന്റ് പറഞ്ഞു, ഇത് എല്ലാവരും കൃത്യമായിട്ട് പറഞ്ഞു. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ഫാമിലി ബഡ്ജറ്റ് അല്ലേ. ഫാമിലി ബഡ്ജറ്റ്സ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ്, നമുക്കുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. വാട്ട് ഈസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ? പബ്ലിക് എക്സ്പെൻഡിച്ചറിന് എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? എത്രയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും. വികസന പ്രവർത്തനങ്ങളും വികസനേതര പ്രവർത്തനങ്ങൾ അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദെൻ അതിന്റെ ഡെവലപ്മെന്റിന്റെ ഓരോന്നിന്റെയും എക്സാമ്പിൾസ് സഹിതം നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചു നിർത്തിയത്. ഇത്രയും എല്ലാവരും എന്ത് ചെയ്യണം? അടിപൊളിയായിട്ടിരുന്ന് പഠിക്കണം. കാരണം വരുന്ന ക്ലാസ്സിൽ 10 മാർക്കിന്റെ എക്സാം ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? യെസ്. മിക്കവാറും അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് വരും. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇത് പഠിച്ചു തീർക്കുക കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യണം? റൈസ് ഹാൻഡ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ബാക്കിയുള്ള മിടുക്കന്മാരും മിടുക്കികളൊക്കെ ലീവ് ചെയ്തോ. ബൈ ബൈ, ഗുഡ് നൈറ്റ്. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ. യെസ്. ബൈ 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 ബൈ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഓക്കെ. വിളിക്കാം. കൃഷ്ണേന്ദു. ഹലോ മിസ്സേ, അതിലെ സ്കൂളിൽ ഫാമിലി ബഡ്ജറ്റ് ഇപ്പൊ ഫസ്റ്റ് പോയില്ലേ ഫാമിലി ബഡ്ജറ്റ്, അത്ര എഴുതിയാൽ മതി. അതുപോലെ തന്നെ പിന്നെ ഈ പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ കുറച്ച് എഴുതിയാൽ മതി, 2 പോയിന്റ് വേണ്ട. പിന്നെ ഓക്കെ. അപ്പൊ മോനത് പഠിച്ചോ? കുഴപ്പമൊന്നുമില്ല, അത് പഠിച്ചോ മോനതേ? പഠിച്ചോ? അതിന് മാർക്ക് ടീച്ചർ തരും. അപ്പൊ സ്കൂളിൽ ടീച്ചർ അത്ര എഴുതിയാൽ മതി എന്ന് പറയുമ്പോൾ ടീച്ചർ അതിന് എന്തായാലും മാർക്ക് തരും കേട്ടോ. എന്നിരുന്നാലും നമുക്ക് ചിലപ്പോൾ കൂടുതൽ മാർക്കിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 1-2 സെന്റൻസ് കൂടി ഒന്ന് വായിച്ചു വെച്ചേക്ക് കേട്ടോ. ഓക്കെ. യെസ്. ഓക്കെ. ദെൻ അടുത്തൊരാള്. ആ, സിദ്ധാർത്ഥ്. ഹലോ. എടാ എവിടെയാണ്? കണ്ടില്ലല്ലോ നിന്നിന്ന്. സാറ് കണ്ടില്ല ഇവനാ. അടുത്ത സോഷ്യൽ ക്ലാസ്സിൽ ഇവനാ ആദ്യം വിളിക്കണോട്ടോ സാറേ, സിദ്ധാർത്ഥനാ. ആ, സെറ്റാണ്. ഡൺ. ആ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം. ആ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. പൊതുഭരണ കാര്യങ്ങളെല്ലാം നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്. ആ, അപ്പൊ അത് എഴുതി വെച്ചോട്ടോ. ആ, എഴുതിയില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഓക്കെ. ബൈ 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 ബൈ, ഗുഡ് നൈറ്റ്. യെസ്. ഓക്കെ. ആ, അടുത്ത ആള് കാശിദേവ്. ആ, പറഞ്ഞോടാ. ഹലോ ആ,
നിവർന്നിരുന്നേ. പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണ്? ഈ പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ ഇത്ര പ്രശ്നം? സർക്കാർ എന്തെല്ലാം ആവശ്യങ്ങൾക്കാണോ ഫണ്ട് ചെലവാക്കുന്നത് അതിന് നമുക്ക് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. സർക്കാർ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്മൾ പറഞ്ഞു, റോഡ് പണിയാൻ പണം ചെലവാക്കുന്നുണ്ട്, പാലങ്ങൾ പണിയാൻ പണം ചെലവാക്കുന്നുണ്ട്, പിന്നെ ഓരോരോ യുദ്ധം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡിഫൻസ് പ്രതിരോധത്തിനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെലവാക്കുന്നുണ്ട്. അങ്ങനെ 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 ഡെവലപ്മെന്റിലും നോൺ ഡെവലപ്മെന്റിലും കൂടി കൂടിയതാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ വരുന്നത്. ഓക്കെ, യെസ്, ഓക്കെ, ബൈ. അബാനി ഹാർബേഴ്സ് എന്ന് പറഞ്ഞാൽ തുറമുഖം. വലിയ വലിയ കപ്പലുകളൊക്കെ വന്നിറങ്ങില്ലേ തുറമുഖങ്ങള്. സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ യാത്രാ വിനോദസഞ്ചാരങ്ങൾക്കായിട്ടോ കേട്ട് വലിയ കപ്പലുകൾ വന്നിറങ്ങുന്ന പോർട്ടുകൾ, തുറമുഖങ്ങളെയാണ് വിളിക്കുന്ന ഹാർബേഴ്സ് കേട്ടോ. ഇനി മീനൊക്കെ വരില്ലേടാ ധാരാളം. ഇപ്പൊ കേട്ടിട്ടില്ലേ എന്താണ് നമ്മുടെ മുനമ്പം ഹാർബർ എന്നൊക്കെ പറയുന്നത്? നിന്റെ വീട് എവിടെയാ? തൃശ്ശൂരാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും മുനമ്പം ഹാർബർ എന്നൊക്കെ പറയണേ. അവിടെ എങ്ങനെയാ ഒരുപാട് ടൺ കണക്കിന് ഒരുപാട് മീനൊക്കെ വന്ന് ഇറങ്ങും. അവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത ആൾക്കാർ എന്ത് ചെയ്യും? പല പല സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകും വിൽപ്പനയ്ക്കൊക്കെ ആയിട്ട്. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കപ്പൽ വന്ന് സനക്കുട്ടി നിന്റെ അനീത്തിയാ? ഇവളാണ്ട മറ്റേ എനിക്ക് പുതിയ പേരൊക്കെ ഇറക്കിയത് ക്ലാസ്സില്. എന്താ ഇവള് മറ്റേ ടങ് ട്വിസ്റ്റർ ഒക്കെ ഇറക്കി. എന്തായിരുന്നു? എനിക്ക് ഓർമ്മയില്ല. എക്സാം ടൈമിൽ ഞാൻ കാര്യമായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഇവള് ബാക്കിലിരുന്ന ടങ് ട്വിസ്റ്റർ ഒക്കെ അതിന്റെ. ക്ലാസ് കഴിഞ്ഞോ സാനയുടെ? ഓക്കെ. അപ്പോൾ അങ്ങനെ ഈ കപ്പലുകളും അതേപോലെ തന്നെ വലിയ വലിയ ഷിപ്പൊക്കെ വന്നിറങ്ങുന്ന മീനും കൊണ്ട് വന്നിറങ്ങുന്നു. അത് അവിടെ നിന്ന് കച്ചവടക്കാർ വന്ന് മേടിക്കുന്നു, വിൽക്കുന്നു. ഇതെല്ലാം നടക്കുന്നത് ഈ ഹാർബർ ത്രൂ ആണ് കേട്ടോ. അതാണ് ഹാർബേഴ്സ്. ഓക്കെ, തുറമുഖങ്ങൾ. ഓക്കേടാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.